അല്ല ഗൈസ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി ഇന്ന് നമ്മുടെ വണ്ടിയുടെ പരിപാടി അങ്ങനെ തീരണം. അതായത് ഇന്ന് നമ്മുടെ വണ്ടിയുടെ പണി തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇലക്ട്രീഷ്യനാണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഇന്നൊരു ഇലക്ട്രീഷ്യൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം നമ്മുടെ വണ്ടിയുടെ ഫൈനൽ വട്ട വർക്ക്, അതായത് ഇന്നലെ തീരണ്ടായിരുന്നു, പക്ഷേ അത് തീർന്നില്ല. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം കിട്ടിയില്ല. അപ്പോൾ ആ സാധനം എവിടെ വന്നു? തൃക്കാക്കര. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ കേബിൾ ഊരിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ വെച്ചു. പക്ഷേ ആ കേബിൾ കിട്ടിക്കഴിഞ്ഞാൽ അല്ല, നമ്മൾ കേബിൾ ഊരിയിട്ട് ദീപചേട്ടൻ്റെ വണ്ടി വെച്ച് ദീപചേട്ടൻ അതുകൊണ്ട് വീട്ടിലേക്ക് പോയി. അപ്പം ദീപചേട്ടനോട് പറഞ്ഞ് ജോസ്പി സാറിൻ്റെ കൊടുത്തിട്ട് ജോസ്പി സാർ അതുകൊണ്ട് എവിടെ കൊണ്ട് കൊടുത്തു? എസ് ജിക്ക് കൊണ്ട് കൊടുത്തു. എസ് ജി അത് തൃക്കാക്കരെ കൊണ്ട്. അതേപോലെ ഒരു പിന്നെ EFCയുടെ പുള്ളിക്കാരൻ്റെ അടുത്തായിരുന്നു. പുള്ളിക്കാരനോട് പറഞ്ഞിട്ട് ആ പിന്ന് ബസ്സേ കൊടുക്കാൻ പറഞ്ഞിട്ട് ആ പിന്നും കൊണ്ട് കൊടുത്തു. അങ്ങനെ ഈ രണ്ട് സാധനം കൊണ്ട് പോവാണ്. എന്താവും എന്ന് അറിയില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡോമീറ്റർ ഇതിൻ്റെ വരുന്നത് 4x4 എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഓവർ സമയം കളയുന്നില്ല, നമ്മൾ നേരെ പോവാണ്. ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന പമ്പിൻ്റെ പരിപാടിയും കാര്യങ്ങളാണ്. അപ്പോൾ തൃക്കാക്കരയിലാണ് ബസ്സുള്ളത്. അപ്പോൾ ഇന്ന് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. ഞങ്ങൾ നേരത്തെ എണീറ്റു. മഴയുടെ മട്ടും ഭാവങ്ങളൊന്നുമില്ല. അപ്പോൾ നേരെ പ്രിൻസേട്ടൻ്റെ വണ്ടി എടുത്ത് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ലിബിൻ നേരെ ഗേറ്റ് തുറക്കാൻ വേണ്ടി പോവാണ്. ഗേറ്റ് ഒരു പ്രത്യേകതരം ഗേറ്റാണ്. അടി ഇത് മാത്രം തുറന്നാൽ മതി. പോവോ? ആ, ചെറുത് മാത്രം. അത് മാത്രം തുറന്നാൽ മതി. ഗൈസ് എന്തായാലും നമുക്ക് നേരെ വണ്ടി എടുത്തു. വണ്ടി ഒന്ന് സെറ്റപ്പാക്കി കഴുകി സെറ്റപ്പാക്കി കൊടുക്കണം കേട്ടോ. അതേ മഴയാണല്ലോ, കാലാവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ കിടക്കുന്നത് പ്രിൻസേട്ടൻ്റെ ഇവിടെ റൂമുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇത് പ്രിൻസേട്ടൻ്റെ ഓഫീസ്, സ്പെയർ പാർട്സ്. അപ്പം ഇവിടെയാണ് ഞങ്ങൾ കിടക്കുന്നത്. അപ്പം ഇവിടെ കിടക്കും, രാവിലെ പോവും. ഏകദേശം ഒരു 2 ദിവസം വേണ്ട ഇവിടെ കാറ് പോകുന്നു. ഏകദേശം 2 ദിവസം കൊണ്ട് നമ്മുടെ പരിപാടിയും സംഭവങ്ങളും തീരും കേട്ടോ. ഇനി അടുത്തത് അത്ര ലോങ് ആയിട്ട് നിൽക്കില്ല. കാരണം നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോകുന്നത്. നേരെ വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ നമ്മുടെ പരിപാടികളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്ത് തീർക്കണം. അപ്പം നമുക്ക് നേരെ സാധനം എടുത്ത് വെക്കുന്നു, നേരെ നമ്മൾ പോകുന്നു. അതാണ് നമ്മുടെ പരിപാടി കേട്ടോ. അപ്പം തൃക്കാക്കരയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. തൃക്കാക്കര ചെല്ലുന്നു. ലൊക്കേഷൻ സാധനങ്ങളൊക്കെ ഇട്ടുണ്ട്. അവിടെ ഒരു ഗ്രൗണ്ടിലാണ് വണ്ടി കിടക്കുന്നത്. ആ ഗ്രൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. സാധനം ഇന്നലെ കുറേ ടെൻഷൻ അടിച്ചു, കിട്ടുമോ ഇല്ല എന്നൊക്കെ ആലോചിച്ചു. കാരണം ഒരു സ്ഥലത്തും ഇതിൻ്റെ പാർട്സ് കിട്ടാനില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നീളം കൂടുതലാണ്. ഇത് മറ്റേ 4x4 എന്നാണ് ഇതിൻ്റെ സാധനങ്ങൾ വരുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ ഒരു ഫൈനലി ബസ് ഈ കാണുന്ന ഈ ഗ്രൗണ്ടിലുണ്ട്. ഇതെന്നാ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് പഠിക്കുന്ന ഗ്രൗണ്ട്. എങ്ങനെയുണ്ട് അത്? ഗേറ്റും കർത്താവേ ഗൈസ്. അതായത് ഇത് കണ്ടോ, ഇതാ ബസ് കിടക്കുന്നു. അപ്പം ബസ് ചെന്നിട്ട് വേണം ആ സാധനം മേടിക്കാൻ വേണ്ടി. ആ സാധനം കിട്ടാൻ അങ്ങോട്ട് ചെന്നിട്ടൊരു കാര്യം. ടെസ്റ്റിംഗ് ഗ്രൗണ്ടാ? ഇത് പഠിക്കുന്നതിനുണ്ട്, കുഴപ്പമില്ല. അതേ വണ്ടി ഏതാ കിടക്കുന്നു? അവിടെ KSRTC കിടപ്പുണ്ട്. പണി കിട്ടും. പോട്ടെ, അതിനെടുത്തു ഗൈസ്. ഇത് കണ്ടോ, അതാ വണ്ടി ഏതാ കിടക്കുന്നു കേട്ടോ. അവൻ്റെ മുന്നിൽ വെച്ചു. മുന്നിൽ വെച്ചിട്ട് സാധനം നമുക്ക് എടുത്തിട്ട് ഹൗസിലാട്ടോ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അല്ലേ? അതെ. ഞാൻ ആദ്യമായിട്ട് ഇവരെ കീച്ച് വിട്ട റിവ്യൂ ചെയ്ത് കീച്ച് മുതൽ ഇവർക്ക് രാശിയാണ്. അല്ല, നമ്മൾ കീച്ച് വിട്ട എല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ടല്ലേ? ഇത് സക്സസ് മെഷീനെ വേണ്ടി വിജയിച്ചു. വന്നിട്ട് ഇറങ്ങണ്ട. നമ്മൾ സക്സസ് മെഷീനിൽ ഒരു മെഷീനും കൂടി ഇതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് വണ്ടികളിലൊരു വണ്ടി കേട്ടോ. മറ്റേ വണ്ടി ചേസ് എടുത്ത് കൊടുത്തോ? ഇല്ലല്ലോ ഗൈസ്. അതായത് ചേട്ടനെ ഈ സാധനം മൈന്യൂട്ടായ 2 സാധനങ്ങളാണ്. അപ്പോൾ ആ 2 സാധനങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്. ഒന്നൊരു കേബിളും മറ്റൊരു പെല്ലറ്റ് പോലത്തെ സാധനം ഉണ്ടല്ലോ. ആ സാധനം പോയാൽ പോയിട്ടാ. സ്പീഡോമീറ്ററിൻ്റെ കേബിൾ കേട്ടോ വർക്ക് ചെയ്യുന്നില്ല. ഇതൊന്ന് കേബിള്. ഇതാണ് ഇതിൻ്റെ നീളത്തിലുള്ള. അതിൻ്റെ ഇതുണ്ട്. ഈ സാധനമാണ് വിഷയം. സെയിം ആണല്ലോ. ഇത് തന്നെ സാധനം. ഇത് കണ്ടോ, ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ 4x4 ഡ്രൈവ് കറങ്ങത്തുള്ളൂ. അതായത് നമ്മുടെ ഇത് പ്രസ് ചെയ്താൽ മതിയല്ലോ. ഇവിടുന്ന് ചൂടാക്കിയിട്ട് പ്രസ് ചെയ്താൽ മതി. ഇത് നന്നാൻ പറഞ്ഞത് ഇത് ബെൽഡ് ചെയ്താൽ മതി. ബെൽഡ് ചെയ്യേണ്ട കാര്യമില്ല, പ്രസ് ചെയ്താൽ മതി. ചൂടാക്കിയിട്ട് ആ സാധനം പുറത്തോട്ട് ഇറക്കുക. നാട്ടിൽ നിന്ന് വണ്ടി ഇങ്ങോട്ട് വരുന്നോണ്ട് രക്ഷപ്പെട്ടു. ഈ സാധനം കൈ പിടിക്കേ, മറ്റേ പോവല്ലേ ഇതിനകത്തിട്ടാ പോരെ? പോവും. നല്ല ചാക്ക വീണു ആണോ? നീ എത്ര മണിക്കാ കിടന്നിട്ട് എണീക്കുക? 4 മണിയോ? എന്നിട്ട് ഇന്ന് ഫുള്ളാണോ? ഗൈസ് ഫൈനലി വണ്ടി ഇവിടെ നിർത്തി. അപ്പോൾ സാധനങ്ങളും സംഭവങ്ങളൊക്കെ എടുത്തു. മെയിനായിട്ട് ഈ സംഭവമാണ് നേരം കൊണ്ട് കൊടുത്തപ്പം തന്നെ. ചേട്ടൻ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. ചേട്ടൻ്റെ പേരെന്നാ? ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. വീട് കറക്റ്റ് എവിടെയാ? പറവൂര്. ചേട്ടൻ ഞങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ ഇരട്ടിയിൽ ഞങ്ങളുടെ പഴയ വീട്ടിലൊക്കെ വന്നിട്ടുള്ളതാണ് ചേട്ടൻ. ഞങ്ങോട്ട് പോട്ടെ കേട്ടോ. വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗൈസ് നോക്കൂ. അതായത്
നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്ന് തീർന്നില്ലെങ്കിൽ നമ്മുടെ പരിപാടി പാളും. വീണ്ടും നമ്മുടെ എല്ലാ ഡേറ്റുകളും സംഭവങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. അപ്പോൾ ആൻഡ്രി ചേട്ടാ ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എന്നൊക്കെ നിങ്ങളെ വിളിക്കേണ്ടതെന്ന് വിചാരിക്കും, അന്നൊക്കെ നിങ്ങളെ വിളിക്കേണ്ട ഗതിയായി. അതായത് കാണിച്ചു കൊടുത്ത ആൻഡ്രി ചേട്ടൻ്റെ സാധനങ്ങൾ അന്ന് തിന്നെ വെച്ചേരെ തീർത്തോണ്ടിരിക്കുകയാണ് ആൻഡ്രി ചേട്ടാ. ആണോ? 2-3 മണിക്കൂർ കൊണ്ട് എന്താ പണി തീരും അല്ലേ? അല്ലല്ല, നമ്മുടെ വണ്ടി ഇത് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ചേട്ടന്മാർ ഓരോന്നായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2-3 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പരിപാടി തീരണം. ചേട്ടാ ലീക്ക് നിന്നു ചേട്ടായി ഇവിടുത്തെ. അതിനെ വേറെ സാധനം മേടിച്ചു. ഓ പുത്ത സാധനം മേടിച്ചു. അതിനാ അപ്പോൾ പുതിയത് മേടിച്ചു. എൻ്റെ ഖജനാവേ, എൻ്റെ കാശേ. അയ്യോ ആൻഡ്രി ചേട്ടാ, കരയൂല ആൻഡ്രി ചേട്ടാ. ആ സാധനമൊക്കെ തിരിച്ചു കൊടുത്ത് നമുക്ക് പൈസ മേടിക്കണേ ആൻഡ്രി ചേട്ടാ. അയ്യോ പുതിയ സാധനം ഇട്ടേ ലാഭിക്കാൻ പോയതാണേ. തിരിച്ചു കൊടുക്കാൻ പറ്റൂല. അതിനാ നമ്മൾ അതിനകത്ത് ബോൾട്ട് ഇട്ടില്ലേ, കട്ട് ചെയ്തില്ലേ? ആ എടോ നിങ്ങൾ എടുക്കണോ സെക്കൻഡ് ഹാൻഡ് പൈസക്ക്? എന്താണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അതുപോലെ ഇവിടുത്തെ പരിപാടി തീരാറുണ്ട്. ഇനി എന്നൊക്കെ ബാക്കിയുള്ള ഇനി എന്നാ ഉള്ളത്? കേബിളിന്റെ കേസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് ഹാൻഡ് അല്ലേ ലിവിനെ? പെല്ലറ്റ് കൊടുക്കണം അതിന്റെ പെല്ലറ്റ്. ഇത് ഹാൻഡ് ബ്രേക്കിന്റെ അല്ലേ? ഇതാകുമ്പോ നമ്മുടെ നിലത്ത് ഊടിയോ? അല്ല നമ്മുടെ അല്ല. അതെ, നമ്മുടെ പെയിന്റ് കണ്ടില്ലേ? ചോദിച്ചേ ചേട്ടാ, നമ്മുടെ ഹാൻഡ് ബ്രേക്കിന് സാധനം ഊരിയോ? ഇല്ലല്ലോ. ആണോ? നീല നിറത്തിൽ അങ്ങനെ ആർക്കും ഉണ്ടാവൂലല്ലോ. ഇത് ആൻഡ്രി ചേട്ടൻ നോക്കട്ടെ, സാധനം ഇത്ര നീളം ഉണ്ട് ആൻഡ്രി ചേട്ടാ സാധനത്തിന്. മറ്റേ പെല്ലറ്റ് കൊടുക്കടാ. പെല്ലറ്റല്ലേ? അതിന്റെ പെല്ലറ്റ് കണ്ടില്ലേ? പിന്നെ കളറാണ് അത്, കറക്റ്റ് ടൈൽസിന്റെ കളറാ. ഇത് നമ്മുടെ കളർ തന്നെ. അതിനാ നമ്മുടെ നീല കളറ്. ഇത് നമ്മുടെ ആണല്ലോ. അല്ലടാ, മേലിൽ നമ്മൾ പെയിന്റ് അടിച്ചിട്ടില്ലല്ലോ. നീല നിറത്തിൽ ഒരെണ്ണം ഉണ്ടല്ലോ, അതങ്ങനെ ആർക്കും കാണില്ല എന്ന്. നമ്മളെ പോലെ തന്നെ ചേട്ടൻ എത്ര മണിക്ക് വന്നാ? ഉഷാറ് രാവിലെ ഉഷാറ് വരട്ടെ. 7 മണി. 7 മണിക്ക് ഇവിടെ വന്നോ? ദൈവമേ, 7 o'clock. 7 മണിക്കാണ് ചേട്ടൻ അവിടെ ഇരുന്ന് ഇരിക്കുന്ന അവിടെ ഇരുന്ന്. ഞാൻ മറ്റേ പോയിക്കണ ഇക്കടെ അവിടെ പോണ്ടായിരുന്നു. ഇക്കനോട് പറഞ്ഞു കൈസ് എന്തായാലും സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. 2 മണിക്കൂർ പണി. എങ്ങനെ കാറ് തിരിച്ചു കൊണ്ടുപോകും? അതായത് കാറ് നമുക്ക് ഇന്നത്തെ പോലെ വീണ്ടും പിടിക്കാം. കാറിന്റെ വരും നമ്മൾ രണ്ടുപേരും. അല്ല, മോൻ വൈകിട്ട് തന്നെ വരുമോ? എന്നിട്ട് യൂബറിനെ ഇങ്ങോട്ട് കയറ്റി വിട്ടാ പോരെ. അവന് ടെൻഷൻ അടിക്കേണ്ട കേസില്ല കേട്ടോ. ഇലക്ട്രീഷ്യനാണ്. ചേട്ടാ ഇലക്ട്രീഷ്യൻ ഒന്ന് വിളിക്കാം. ഇങ്ങോട്ട് പറഞ്ഞു. മുമ്പേ തീർക്കണം, പരിപാടി തീരും ഫടാഫട്ട്. മീറ്ററിന്റെ കേസാണ് ഇന്ന്. ഇന്ന് ഏവണ്ണുണ്ടോ? ഇന്ന് അറിയില്ല. ആ വൈപ്പറിന്റെ വൈപ്പർ മോട്ടറും ആ കേസ് പറഞ്ഞില്ലേ പുള്ളിക്കാരൻ? ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നോ? ആ അനുചേട്ടൻ അയച്ചു കൊടുത്തായിരുന്നു. അനുചേട്ടൻ അയച്ചു കൊടുത്ത ഇന്നലെ. പറയാൻ ഓരോന്നായിട്ട് നമ്മൾ നോക്കി തീർക്കട്ടെ കേട്ടോ. ഇന്നത്തും കൂടി എത്രാം ദിവസം ആൻഡ്രി ചേട്ടാ കിടക്കുന്നത്? ആൻഡ്രി ചേട്ടാ ഇന്നും കൂടി എത്രാം ദിവസം നമ്മൾ കിടക്കുന്നത് ഇവിടെ? നമ്മളെന്താ വന്നേ? അതാണ് നമുക്കൊരു ഇത്. ചൊവ്വാഴ്ച വൈകുന്നേരം. ശരിയായി, 5-6 ദിവസമായി. 6 ദിവസം 6 5 ദിവസം. 5 ദിവസം അടുത്ത് 6 ആയിട്ട്. ഇനിയിപ്പം ആൻഡ്രി ചേട്ടാ അതിനിടയ്ക്ക് ഞാനിവിടെ ഒരു കുലിസത് ഒപ്പിച്ചായിരുന്നു, കണ്ടായിരുന്നോ? എന്നാ താഴോട്ട് വിടാൻ വേണ്ടി ഇത് കണ്ടോ സൗണ്ട് താഴോട്ട് വരുമോ? അത് ഇതിൻ്റെ അകത്തോടെ നമ്മുടെ ബസ്സിനൊക്കെ തള്ളുന്നത് താഴോട്ടാ. ആ സൗണ്ട് കേൾക്കും. ഇവിടെ ചവിട്ടി വിടുന്നതിൻ്റെ ഓരോന്നായിട്ട്. അവിടെ ഒരു പിശിൽ വെക്കണോ? ഇവിടെ തള്ളുന്ന കറക്റ്റ് തള്ളിയ ഫിസിൽ തെറിച്ചു കൂടാല്ലോ. പിന്നെ ബ്രേക്കിൻ്റെ ഏത് തള്ളണ്ടേ തള്ളി എടുത്തു കഴിഞ്ഞ്. നാട്ടിൽ പോകാൻ വരെയുള്ള എണ്ണയുണ്ട് കേട്ടോ. ആ സാധനം കാണിച്ച സ്റ്റോപ്പർ ക്ലീൻ സാധനം ഇതിൽ നെറ്റ് വെച്ച് വലുതാക്കിയിട്ട് ഇത് ലെങ്ത് പറയുന്നത്. വെൽപ്പും കൂട്ടും. ഓൺ ടൂൾസ് എല്ലാം ഓൺ.
നമ്മുടെ സാധനമില്ലേ മേടിക്കാന്ന് ചിന്തിക്കണ്ട, എല്ലാം ഉണ്ടാക്കി. ഈ സ്പീഡോമീറ്റർ തന്നെ ചെയ്യുന്നത്, അതെന്നാ ഉദ്ദേശിക്കുന്നത്? ഉണ്ടാക്കിയെടുക്കും. സാധനം കേബിൾ നാളെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളത്തെ സാധനം കിട്ടും, 2 കിട്ടുമോ? സ്പെയർ അടക്കം കിട്ടും. കിട്ടുമോ? അപ്പം പുള്ളി സെറ്റാക്കണമെന്ന് ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ. അപ്പോൾ എങ്ങനെ ആണിച്ചാൽ അവിടെ ഒന്ന് തെറ്റ് ചെയ്തിരുമോ? അതിപ്പോൾ ഇവിടെ അയച്ചു കഴിഞ്ഞാൽ ആർക്കും പറ്റിയാലോ, സ്പീഡോമീറ്റർ കേബിളല്ലേ. അല്ല, ഞാനിവിടെ 2-3 ദിവസം ഉണ്ട് തിരുവല്ലയിൽ. സെറ്റ് ചെയ്തില്ലോ വഴി വെച്ച്? അല്ല, അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ സെറ്റ് ചെയ്താൽ പോരെ. മേടിക്കല് തിരിച്ചു പോകുള്ളൂ. എന്നാൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇങ്ങോട്ട് വരണമെന്നില്ല, ലൈനിൽ ഏത് വഴിക്ക് അവിടെ എൻസിനോട് വഴിയോ. അല്ല, ഞങ്ങൾ നേരെ തിരുവല്ലയ്ക്ക് പോകും. തിരുവല്ലയിൽ നിന്ന് ഇരുമനം വരെ. അല്ല, തിരിച്ചെങ്ങനെ റൂട്ട്? കോട്ടയം അങ്കമാലി വഴിയല്ലേ? അതോ ചോദിച്ചാൽ കോട്ടയം അങ്കമാലി വരുമ്പോൾ വേണ്ട, ഞാൻ ഇങ്ങോട്ടായിട്ട് വരാം. അങ്കമാലി നിർത്തിയാൽ മതി, അല്ലെങ്കിൽ കാലടി നിർത്തിയാൽ മതി. അതാ കുറച്ചൊരു എളുപ്പം. അപ്പോൾ അങ്ങോട്ട് വന്നാൽ പോരെ. കാലടി ടൗൺ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും സൈഡിൽ. അപ്പോൾ ഇത് കിട്ടുമെന്നാ പറഞ്ഞത്. അടുത്താണോ അവിടെ അടുത്തെങ്ങാനും? ഞാൻ കണ്ണൊക്കെ ഇങ്ങനെ വേളോട്ട് വന്നേ. അപ്പോൾ ലീക്ക് എന്ത് ചെയ്യും ഇപ്പം തൽക്കാലം? അത് നമുക്ക് മാറ്റാം. തൽക്കാലം നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം. ഇതിന്റെ അർത്ഥം കിട്ടിയില്ലേ? കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം. ഇതിപ്പം നാളെ തരാന്ന് പറഞ്ഞോ? അത് പറഞ്ഞു, ഈ തറ കട്ട് ചെയ്തിട്ട് ഞാനല്ല. എടാ, അങ്ങനെയെങ്കിൽ ഓർഡർ ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യണ്ടടാ. സ്പീഡോമീറ്റർ കേബിള് വേറെ ഒന്നുമില്ലല്ലോ ഓർഡർ ചെയ്യാൻ. എല്ലാം കഴിഞ്ഞില്ലേ? വയറിംഗ് ആണ്. വയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം അറിയാം. വയറിങ് പുള്ളി എന്നാ പറഞ്ഞേ? കണ്ടിട്ട് എന്നാ പറഞ്ഞേ? പുള്ളി നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ എന്റെ ഫ്യൂസ് ബോക്സിന്റെ അവിടെ വയറുകളൊക്കെ ലൂസാണ്, ബോട്ടത്തിൽ വൈബ്രേറ്റ് ചെയ്തു. അപ്പോൾ അതായിരിക്കും. അല്ല, ഇത്ര നാളും കുഴപ്പമില്ല സാധനം പെട്ടെന്ന് ആണ്ട കാര്യമില്ലല്ലോ. അതുമില്ല. പിന്നെ മോട്ടറൊക്കെ പണിതാണെന്നും പറഞ്ഞു, വൈപ്പർ മോട്ടർ. അപ്പോൾ എന്തായാലും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നോക്കിയിട്ട് ഇന്നലെ നോക്കിയിട്ട് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു. വൈപ്പർ മോട്ടർ മറ്റേ പുള്ളി എടുത്തുണ്ടെന്നല്ലേ പറഞ്ഞേ? പുള്ളി നാളെ തന്നെ എടുത്തരാന്ന് പറഞ്ഞു. ആണോ? റേറ്റും കൂടെ ഉണ്ട്. റേറ്റ് 3000 വൈപ്പർ മോട്ടർ മാത്രം 3500 കിട്ടും. മേടിക്കും. ഒന്നും നോക്കണ്ട. പണം പോയി പവർ വരട്ടെ. പണം പോയി പവർ വരട്ടെ ചേട്ടാ. പണം പോയി പവർ വരട്ടെ. അത് തന്നെ, പണം പോയാലേ പവർ വരുള്ളൂ. ഞങ്ങൾക്ക് പണം പോയിട്ട് പവർ അല്ല പൗഡറാ വരുന്ന ഗൈസ്. വാട്ട് ഈസ് ദിസ്? ഈ പുള്ളിക്കൊക്കെ പണം പോയിട്ട് നല്ല പവർ വരുന്നുണ്ട് കേട്ടോ. ഓട്ടോറിക്ഷ എന്തൊക്കെയാണ് ഒന്നും വേണ്ട. മുഖത്ത് ഒരു മറുക് വരെ കിട്ടിയിട്ടുണ്ട്. പൈസ ഉള്ളവർക്ക് അത് കിട്ടാറുള്ള. പിന്നെ പുള്ളിനെ കൊണ്ട് പുറത്തുള്ള ഒരു കടക്കാർക്ക് ഉപകാരമില്ല. 10 പൈസ പുറത്തൊന്നും മേടിക്കൂല. പൈസ എന്തായാലും കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഏതാ ഇനിയിപ്പോൾ ഈ ഒരു ആ ഒരു സാധനം മാറ്റി അവിടുത്തെ പ്രശ്നം കഴിഞ്ഞില്ലേ? ഇനി എന്നാ ഉള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ചേട്ടാ? ഇനി എന്നാ ഉള്ളത്? ഇന്ന് നമുക്ക് ചീസിയും സൗണ്ട് കേൾക്കാൻ പറ്റുമോ? അത് നല്ല സൗണ്ട് വരുമായിരിക്കും. ഏകദേശം നല്ല സൗണ്ട് വരാനുള്ള സാധ്യത ഉണ്ട് ഇല്ലേ? ഇന്ന് നല്ല സൗണ്ട് കേൾക്കും. കാരണം ഇതിന് പുതിയ എത്ര രൂപയുണ്ട്? ഇതാ സാധനം. ഞാൻ നിങ്ങളെ സാധനം കാണിച്ചു തന്നില്ലല്ലോ. ഇത് ഈ കാണുന്നതാണ് സാധനം കേട്ടോ. ഈ ഇരിക്കുന്ന സാധനം ഇതിൻ്റെ അകത്തു നിന്നാണ്. വേറെ കണ്ടോ ചേട്ടാ? 2 വെച്ചിട്ടുണ്ടോ? അതേതാ? ഒന്ന് തൊട്ട് മേടിച്ചേ. 2 പുതിയതാ. ഗായ്സ് ഇതായിരിക്കുന്നു ഗായ്സ്. എത്രയാണ് ഗായ്സ് അതിന്? വാവ്, നഷ്ടം മാത്രം. സൗണ്ട് കേൾക്കണം നിർബന്ധം ഉണ്ടായിരുന്നു. അത് ഇവനായിരുന്നു നിർബന്ധം കേട്ടോ, എനിക്കില്ലായിരുന്നേ. ഇവനെ ഏതോ ബസ് വന്നത് ചൂ ചൂന്ന് സൗണ്ട് കേട്ടെന്നും പറഞ്ഞ് അത് കേൾക്കണമെന്നും പറഞ്ഞിരുന്നത്. സന്തോഷമായില്ലേ? സന്തോഷമായി. 6000 രൂപ ഇതാ നിങ്ങൾക്കായി സമ്മാനിച്ചിരിക്കുന്നു. ഗൈസ് നോക്കൂ ഗൈസ്, അതായത് നമ്മുടെ എൻജിൻ ഓയിൽ മാറ്റി, ടാങ്ക് ക്ലീൻ ചെയ്തു, ബ്രേക്കിൻ്റെ കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെയായിരുന്നു നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ നോക്കൂ ഇതത് വിള്ളലുണ്ടാവും. അത് നമ്മൾ നോക്കണ്ട, അഡ്ജസ്റ്റ് ചെയ്യാം. വലിയ തുളയാട്ടോ. ഓടിച്ചാൽ മതി. നൈട്രജൻ എവിടെയാ കയറ്റാം? നമുക്ക് നൈട്രജൻ ഇത് ഊരിക്കളഞ്ഞ നമുക്ക് ഇവിടുന്ന് തന്നെ ചേട്ടാ. എവിടെയാ നൈട്രജൻ കയറ്റാൻ പറ്റുമോ? ചേട്ടാ, എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ആ സ്ലാക്കർ സ്റ്റക്ക് ആയതുകൊണ്ടായിരിക്കുമോ ഞാൻ ഹമ്പ് വരാൻ നേരത്തെ ക്ലച്ച് പിടിച്ച് ബ്രേക്ക് ചെയ്യണം കട്ടക്കട്ടാന്നുള്ള സൗണ്ട് ഒലക്കേന്ന് തോന്നുന്നു. അത് തന്നെ അത് തന്നെ 100%. ഹൈഡ്രജൻ എവിടെ അടിക്കുക? ഹൈഡ്രജൻ അല്ലല്ല, ഇവിടുന്ന് ഉണ്ടായിരുന്നു, ഫ്രണ്ടിൽ നിന്നും ഉണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്തു. ഇതുണ്ട്. ഇവിടുന്നായിരുന്നു ഏറ്റവും കൂടുതൽ. ഈ നടുക്കൂന്നും പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിൽ ഹൈഡ്രജൻ വേണ്ടെന്ന് എല്ലായിടത്തും കിട്ടൂലെന്ന്. ആണോ? നൈട്രജൻ പിന്നെ എയർ അടിക്കാൻ പറ്റൂല. അല്ല, സാധാ എയറിൻ്റെ അകത്ത് നൈട്രജൻ അടിക്കാവോ? ആണ് കാര്യം പോലെ പറയാം. അറിയത്തില്ല. എനിക്കും അറിയത്തില്ല. നിങ്ങൾക്കറിയാവോ? വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാവോ? ചേട്ടൻ അറിയാം. രണ്ടും കൂടെ മിസ്സായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആർക്കും അറിയത്തില്ല. നിങ്ങൾക്കറിയാവോ? മിസ്സായി സംഭവിക്കും. ചോദ്യം നമ്പർ ഓപ്ഷനുണ്ട്, പക്ഷെ ശരിയായ ഉത്തരം അറിയത്തില്ല. നോക്കാം. അറിവ്
നമ്മൾ ആലോചിക്കുമ്പോൾ കിട്ടുന്ന സാധനം. ഇതിന്റെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ലേ? ഒന്നും എടുത്തിട്ടില്ല. സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കും കേട്ടോ. ഇല്ല, അത് വെക്കാൻ പറ്റില്ല. ഇത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പിടിവള്ളിയാണ്, അതുപോലെ തന്നെ ഒരു പൈപ്പ് നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ട് റെഡിയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊളുത്തി വലിച്ച് പൊട്ടി പോവുക എന്തെങ്കിലും ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ശരി. പക്ഷെ ഫ്രണ്ടിലെ ഗ്രില്ലുള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ല ചേട്ടാ. സംഭവിക്കാതിരിക്കാം, പറയാൻ പറ്റൂല എങ്ങനെയാണെന്നുള്ളതൊക്കെ അങ്ങനെ വരാൻ സാധ്യതയില്ല കേട്ടോ. കാരണം എപ്പോഴും ഗ്രില്ലിൻ്റെ അടിയിൽ ഈ ഒരു പ്രൊട്ടക്ഷൻ കാർഡ് ഉള്ളതുകൊണ്ട് ആ ധൈര്യത്തിലാണ് നമ്മളിതൊക്കെ പല സ്ഥലത്തും കയറ്റുന്നത്. നമ്മുടെ സാധാ വണ്ടികൾക്ക് അതൊന്നും ഇല്ലല്ലോ. സൈഡൊക്കെ ഒന്ന് അടിച്ച് ലെവലാക്കി എടുക്കണമല്ലോ. ലെവലാക്കി എടുക്കണം. എന്നാടാ ഇതെല്ലാം കണ്ടുപിടിച്ച മനുഷ്യന് ഇതുമായിട്ട് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയില്ലെന്നാണ്. എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ച മനുഷ്യൻ ആ മനുഷ്യനെ ഗ്യാരണ്ടി കൊടുക്കാൻ ഇതുവരെ ആർക്കും പറ്റിയില്ല. അതില്ല, അത് ശരിയാ. ആനച്ചേട്ടൻ ബിൽഡിംഗ് സെറ്റ് എടുത്തു. ഇത് ആനച്ചേട്ടൻ്റെ ബിൽഡിംഗ് സെറ്റാണോ? ആനച്ചേട്ടൻ ഒരുമാതിരി. അപ്പോൾ ഈ പണി ആനച്ചേട്ടൻ പിന്നെ ആനച്ചേട്ടൻ്റെ ശിഷ്യൻ്റെ വീടാണ് ചെയ്തായിരുന്നെങ്കിൽ ഈ ബെൽഡിംഗ് മെഷീൻ അവിടെ കുത്തുമ്പോൾ പുള്ളിയുടെ നെഞ്ചിടിച്ചാനെ. കറണ്ട് ബില്ല് കൂടൂലേ? ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചിരുന്നുണ്ടോ? പച്ചവളമായിരിക്കും. ഹെവി ഫുഡാണ്. മുളകരച്ച് ഗൈസ് സാധനങ്ങൾ ഓരോന്നേരം എന്താ ആനച്ചേട്ടൻ്റെ ഒരു ടൂൾ ഉണ്ടാക്കി അതിനെ സെറ്റപ്പ് ചെയ്യും കേട്ടോ. സ്റ്റോപ്പറേ അവര് മറ്റേ പുറത്തേക്കിട്ട് വലിഞ്ഞ് കട ഉണ്ട്. അല്ല ഇതിപ്പോ ആദ്യമായിട്ട് കൊടുക്കാം. അല്ല അതവരപ്പം പിന്നീട് മാറ്റി കൊടുത്തോട്ടാ. നമ്മൾക്ക് ഇവിടുന്ന് പോകുമ്പോഴേ വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റോപ്പർ കേബിൾ വലിഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ കിട്ടുവാണ് പമ്പില്. ഇത് തന്നെ അവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പിന്റെ ആള്. സ്റ്റോപ്പർ കേബിൾ വലിഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ പമ്പ് ഉണ്ടാവില്ല. ഡീസൽ ഉണ്ടാവില്ല. വെറുതെ അല്ലടാ വണ്ടി ഓഫായി പോകുന്നത്. അത് തന്നെയല്ലേ അവിടുത്തെ മറ്റേ ഇത് വണ്ടി ശരിയാക്കുന്ന ആള് പറഞ്ഞേ, ജീപ്പൊക്കെ. അത് തന്നെ സ്റ്റോപ്പർ കേബിൾ വലിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പമ്പിൽ എണ്ണ ഉണ്ടാവില്ല. കറക്റ്റ് അതിനാ അല്ലേ? ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, എനിക്ക് ഭയങ്കര നോളജുള്ള ആളാണ്. പക്ഷെ എനിക്ക് കണ്ട തന്നെ ഓട്ടം കിട്ടി. അതിന് റേറ്റ് പൊട്ടിക്ക്. കണ്ട ഓട്ടം കിട്ടി കേട്ടോ നിങ്ങളുടെ വണ്ടിക്ക്. ഇന്ന് പണിയുന്ന ഫ്രീ കേട്ടോ. ആനച്ചേട്ടൻ ബിൽഡ് ചെയ്യാം കേട്ടോ ഓരോന്നോരോന്നായിട്ട്. 2 മണിക്കൂർ തീരുന്നു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ കൂടെ വന്നൊന്ന് നോക്കി, ഒന്ന് ഓടിച്ച് നോക്കി സാധനങ്ങളെല്ലാം ഒതുക്കി സ്പെയർ ഉണ്ട് ആനച്ചേട്ടൻ തരും. അതും കൊണ്ടുപോയി വണ്ടി വെച്ച് എല്ലാം ലൈറ്റിൻ്റെ നെട്ട് ലൈറ്റ് അതിൻ്റെ അത് പിടിപ്പിക്കുക ഉറപ്പാണല്ലോ. പിന്നെ ഇലക്ട്രീഷ്യനും കൂടെ വന്നു കഴിഞ്ഞാൽ കണ്ണാടിയല്ല ഊരി കണ്ണാടി മാറ്റി വെക്കണം. ഇലക്ട്രീഷ്യൻ കൂടെ വന്നു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. വേണം ഞാൻ കണ്ണാടി മാറ്റി വെക്കായിരുന്നു. ലാസ്റ്റ് വെക്കാന്ന്. ലാസ്റ്റ് വെക്കാം. അല്ലേ നല്ല ഇതൊന്ന് ഊതുന്ന നമുക്ക് ഒച്ച വെക്കാൻ വേണ്ടി പറ്റുമോ നോക്കാം. ആ ചവിട്ടുമ്പോഴുള്ള ഒച്ച ഉണ്ടാവുള്ളൂ. ഫുൾ ടൈം വരില്ല. ഫുൾ ടൈം വരില്ല. ഏറ് തള്ളുമ്പോഴാണ് ഒച്ച വരിക. ചവിട്ടുമ്പോൾ ചിച്ചിന്ന് സൗണ്ട് കേൾക്കും അല്ലേ? ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ വണ്ടിക്ക് എക്സോസ്റ്റ് അടിക്കാൻ പോവാണ്. അപ്പം മനു തിരുവല്ലേന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. മനു ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. മനു തന്നെ. മനുവാണ് മെനു കണ്ടുപിടിച്ചാൽ. അല്ല, മനു ആണ് നമ്മുടെ തുമ്പിയുടെ കൂട്ടുകാരനാണ്. തുമ്പി എളുപ്പടാ. അപ്പം ഗൈസ് അപ്പം കാര്യങ്ങൾ ഞങ്ങൾ വിസ്തരിച്ച് പറയാം. മനു ഇരിക്കൂ. വഴി കണത്തി കിട്ടിയതാണ് മനുവിന്. തുമ്പിന് മുമ്പേ മനുവായിട്ട് കമ്പനി ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെന്ന് തോന്നുന്നു. മനു നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നുണ്ട്. തുമ്പി വീഡിയോ കാണാറൊന്നുമില്ല. അങ്ങനത്തെ ഉപകാരമൊന്നുമില്ല. ഏത് പാതിരാത്രി വിളിച്ചാലും മനുചേട്ടൻ നമ്മുടെ വീഡിയോ കണ്ടു. മനു എന്താ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് എക്സ്ട്രോസ് അടിക്കാൻ വേണ്ടി പോവാണ്. അതായത് നമ്മുടെ ബേക്കിൽ ഇങ്ങനെ ഉള്ള സാധനം പൊക്കി അടിക്കാം അല്ലേ, നടുക്കൂന്ന്. അതിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. കേരളത്തില് ഒരുമാതിരി നല്ല രീതിയിൽ അടിക്കുന്നതാണ്. ഇവർക്ക് ഷോപ്പ് ഉണ്ട് ഓൾറെഡി ചങ്ങനാശ്ശേരി. ഇവരാണ് ഷോപ്പിലേക്ക് നമ്മൾ നല്ല രീതിയിൽ അടിക്കുന്നവർ. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് എക്സ്ട്രോസ് അടിക്കാൻ വേണ്ടി. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തിരുവല്ലേ പോകും. നമ്മൾ എന്നാ ചെയ്യുന്നത്? നമുക്ക് ചെയ്യാം. വണ്ടി കണ്ടിട്ട് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഉള്ള രീതിയിൽ ചെയ്യാൻ എന്തായാലും പറ്റും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ടയറിന്റെ ഗ്യാപ്പ് സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യണം. എന്നിട്ട് നേരെ മനു അങ്ങോട്ട് പോകും. എന്നിട്ട് ഒരു സംഭവങ്ങൾ പ്ലാൻ ചെയ്യും. അതിനുശേഷം നമ്മൾ വണ്ടി കൊണ്ട് അങ്ങോട്ട് രാവിലെ എത്ര മണിക്ക് വെക്കേണ്ടി വരും? രാവിലെ പോരെ? എത്ര മണിക്ക് പണിക്ക് വെക്കേണ്ടി വരും? ഒരു 9-10 മണി. കുഴപ്പമില്ല. നമുക്ക് ഇവിടുന്ന് 7 മണിക്ക് സ്റ്റീൽ പൈപ്പ് അടിക്കാണ്ട് പോകണം. വേറെ ഒന്നുമില്ല. അതെന്നാ സംഭവം അങ്ങനെ അടിക്കുന്നത് വെച്ചാൽ നമ്മുടെ പൈപ്പ് ഓൾറെഡി തുരുമ്പാ മൊത്തം. പിന്നെ മാത്രമല്ല അവിടെ ഇവിടെയൊക്കെ ചെറിയ ലീക്കുകളും സംഭവങ്ങളും. സ്റ്റീലാണ് ഒരിക്കലും പോകില്ല. ഇതിൻ്റെ ഉദ്ദേശം അതാണ്, നമ്മുടെ പൈപ്പ് അടിച്ച്. അല്ലാതെ സൗണ്ട് കൂട്ടാനോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതായത് നമുക്കൊരു ഓഫ് റോഡ് പോയാലും വെള്ളത്തിൽ കൂടി ഇറങ്ങിയാലും വണ്ടി വെള്ളം കയറിയത്.
അത് ഒരു ലക്ഷ്യം. നിൽക്കുന്ന സ്ഥലത്ത് നിന്നാ വെള്ളം കയറും. മേളിൽ കൂടെയാണ് വെള്ളം കയറൂല. ഈ വണ്ടി നമ്മൾ എന്താ പണിന്ന് വെച്ചാൽ നമുക്ക് ആഫ്രിക്കയിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ വണ്ടി പണിയുന്നത്. പക്ഷെ അത് സമയം എടുക്കും. അതിന്റെ ബേക്കൊക്കെ കെട്ടി വരുമ്പോൾ സമയം എടുക്കുന്നു. അപ്പോൾ നമുക്കൊരു സ്വന്തം വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ. സത്യം, നമുക്കൊരു സ്വന്തം വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിലേ നമ്മൾ വിചാരിച്ച് പണി നടക്കുകയുള്ളൂ. പ്രിൻസേട്ടൻ്റെ വണ്ടി ഇവിടെ ഇട്ടു കേട്ടോ. ഒരു വണ്ടി കൊണ്ട് ഇവിടെ വിടാൻ നോക്കിയത്. അപ്പോൾ ഇവിടുത്തെ ആൾ പറഞ്ഞു ഇവിടെ ഇടരുതെന്ന് പറഞ്ഞു. അപ്പം പിന്നെ മനുവിൻ്റെ വണ്ടി കൊണ്ട് അവിടെ ഇട്ടു. മെനു നോക്കിയായിരുന്നു രാവിലെ. മനു എന്ന് പറഞ്ഞാൽ മെനു എന്ന് പറഞ്ഞാൽ മനു. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് നീ മറ്റേ ഫോൺ എടുത്തായിരുന്നു 17 വീഡിയോ വെച്ചിട്ടുണ്ട്. വീഡിയോ കയറ്റിയിട്ടുണ്ട് ഗൈസ്. വീഡിയോ കയറ്റിയിടണം. കുറച്ച് അന്നത്തെ ദിവസത്തെ ചിലവൊക്കെ എടുക്കും. അവിടുന്ന് മറ്റേ ദോശയും ചിക്കൻ ഫ്രൈ ഒക്കെ മേടിച്ചു തരും. വന്നു കഴിഞ്ഞാൽ പക്ഷെ നിങ്ങളുടെ മുമ്പ് ഞാൻ കുനിയൂല. നിങ്ങളെന്നെ ഗൈസ്. അതായത് സാധനം കാണിച്ചു തരാം. വാ, ഇതാണ് സാധനം. പാട്ടൊന്നും വെച്ചിട്ടില്ലല്ലോ, വീഡിയോ ഒന്നും ഇല്ലല്ലോ. ഹെഡ്ഫോണിൽ ഒന്നും പഠിക്കാനില്ല. ഇതാണ് എക്സോസ്റ്റ്. പോകുന്ന സ്ഥലം നോക്കി എങ്ങനെ രണ്ടായിട്ട്. ഇതാണ് മനു. ഓക്കെ, ഇതാണ് എക്സോസ്റ്റ് അടിക്കുന്നത്. ചേട്ടാ ഇതാണ് ആന്റണി ചേട്ടൻ. ഇത് ഇവിടെയാണ് ആകെയുള്ള ഗ്യാപ്പ്. മനു നോക്കിയോ, ഈ ഇപ്പുറം ഒന്നും നടക്കൂല. അല്ല, ഇവിടെ ഇങ്ങോട്ടൊന്നും നടക്കില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഈ ഗ്യാപ്പിൽ കൂടി, അല്ലെങ്കിൽ ഈ അടിയിൽ നിന്ന് ഇങ്ങനെ എല്ലാം വന്നിട്ട് ഇങ്ങനെയോ അല്ലെങ്കിൽ അപ്പുറത്ത്. അതിലെവിടെ പണി നടക്കില്ലാത്തെന്ന് അറിയാവോ? പണി നടക്കില്ല സ്ഥലം ഞാൻ കാണിച്ചു തരാം. ബാ, അപ്പുറം ഇവിടുന്ന് അടി കൂടെ നോക്കല്ല. അങ്ങനെ എടോ ടൈറ്റ് ഇല്ലടോ. ഇല്ലുണ്ട്, നമ്മ ഗ്യാപ്പ് ഉണ്ട് ഇഷ്ടം പോലെ. കൺജസ്റ്റഡ് അല്ല. ബാ, ഇനി ഇപ്പുറത്തെ സൈഡ് വാ. ഇത് ഇപ്പുറത്തെ സൈഡ് ഇതുണ്ടോ. ഇവിടെ ആ ടയർ വെക്കാനുള്ള ഗ്യാപ്പുണ്ട്. പക്ഷെ ആ ഗ്യാപ്പ് ഒഴിവാക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഈ ഗ്യാപ്പ് ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ടയർ കയറ്റുന്നുണ്ട്. നോക്കിയേ, കയറി നോക്കിയേ, ഓരോന്നായിട്ട് പോക്കണോ? ഞാൻ പോക്കണോ? വേണം പോക്കോ ചേട്ടേ. ആ സൈഡ് കണ്ടോ, അടി കണ്ടോ. മനു ഇത് നോക്കാനായിട്ട് വന്നു കേട്ടോ. തിരുവല്ലേന്ന് ഇവിടം വരെ വന്നു. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് നമ്മളവിടെ വണ്ടി കൊണ്ട് ചെല്ലാൻ നേരത്ത് ഇവർ ഉദ്ദേശിച്ച സംഭവം അല്ലെങ്കിൽ പരിപാടി പാളിപ്പോവും. അതാണ് സംഭവം. മറ്റേ സാധനം എന്നാ പറഞ്ഞേ? അല്ലേ? അല്ലടോ, മറ്റേ സാധനം എന്നാ പറഞ്ഞേ? വേറെ സാധനം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? അവരെന്നാ പറഞ്ഞേ? ആണോ? പക്ഷെ ഈ വണ്ടി നിങ്ങളുടെ ഉള്ളിൽ കയറുമല്ലോ. ഇല്ല, നമുക്ക് സൈഡിലിട്ട് ചെയ്യാം. ഫ്രണ്ടിലിട്ട് നമുക്ക് ഷട്ടർ അങ്ങ് പൊളിച്ചാലോ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വണ്ടി അങ്ങോട്ട് കയറ്റിയിട്ട് ഇതങ്ങോട്ട് താത്തിയിട്ട് തള്ളിയാൽ പോരെ? ഇതിന്റെ ബോഗി ഇല്ല. ഈ ബേക്ക് ഹൈറ്റ് നോക്കിയേ. ആണല്ലേ? ഈ അഡാപ്റ്ററും പോയതാ. ഇത് കിട്ടാൻ പാടായതുകൊണ്ടാണ് ഇപ്പൊ വെൽഡ് ചെയ്തെടുക്കുന്നത്. ഓട്ടം റെഡി ആയിട്ടോ? നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും കയറി അതിൻ്റെ അതിരുന്ന് ഓടിക്കാൻ പറ്റുമോ? റെഡിയായോ? എങ്ങോട്ടാ? അഡ്വാൻസ് കിട്ടിയോ? ചെലവുണ്ടേ? കിട്ടിയത് തന്നെ എന്നല്ലേ ചെലവ്. ആൻഡ്രചേട്ടന് മേടിച്ചു കൊടുത്തേ. അപ്പഴാ നമുക്ക് മേടിച്ചത്. ആൻഡ്രചേട്ടനെ മേടിച്ചത് ആൻഡ്രചേട്ടൻ അതെങ്കിലും കിട്ടിയില്ല എന്നുള്ളൊരു സന്തോഷത്തിലിരിക്കുക. ചേട്ടൻ വേറെ പ്രശ്നമുണ്ട്. ചേട്ടൻ എന്നെ പോലെ തന്നെ ചെറിയൊരു ആക്സിഡന്റ് പെട്ട് കാല് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. ചേട്ടൻ മടക്കാൻ പറ്റൂല കാല്. ഞാൻ അവരെ കാണിച്ചിരിക്കുന്നു. ഒരാള് മെസ്സിയും ഒരാള് ആരാ? മെസ്സി. പേരെന്നാ? പേര് പറ. പേര് പറയടാ. പേര് നിന്റെ പേരെന്നാ? പെട്ടെന്ന് ഇത് കണ്ടതിന്റെ ഇതായിരിക്കും. അതിൽ കൃഷ്ണ. പൈസ അതേ സമയത്ത് ഇവിടെ ബിൽഡിങ്ങിനുള്ള പരിപാടിയും സംഭവങ്ങളും നടത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഏത് കമ്പനി മേടിക്കാൻ? ടബാരയാ? സ്റ്റാൻലി ആണോ ടബാര ആണോ ടാറ്റ ആണോ നല്ലേ? എനിക്ക് മേടിക്കാൻ വേണ്ടിയാ. എനിക്ക് മേടിക്കാനായിട്ടാ. ടാറ്റ കൊള്ളൂലേ? അതിനാ വെയിറ്റ് കൂടുതല? ഏറ്റവും നല്ലതാ ടബാര ഒറിജിനൽ ആണ് കേട്ടോ. ഞാനത് മേടിച്ചിട്ട് ചതച്ച് നോക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇരുമ്പായിരുന്നു. ഇരുമ്പ്
കൈ കയറൂലാത്ത സ്ഥലത്ത് ഇതിടാൻ വേണ്ടി ചേട്ടാ കൈ കയറൂലാത്ത സ്ഥലത്ത് ഞങ്ങൾ പൊട്ടിച്ച് കയറ്റും. ഞങ്ങളുടെ വീട് കാണുന്ന 2 ചേച്ചിമാരെ ഞങ്ങൾക്ക് കിട്ടി. പേര് നദീറ, ചേച്ചിയുടെ പേര്. ഇവര് ചേർത്തി അനീതിമാരാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്ന പണ്ട് പോലെ കാണും. ഗൈസ്, അപ്പൊ ഇതൊരു സീരിയൽ പോലെയാണല്ലോ, ഇതിങ്ങനെ മണിക്കൂറോളം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പം ചേച്ചി മെമ്പറും കൂടി അല്ലേ എടുത്ത്? മെമ്പറാണ്. അല്ല, പിന്നെ നിങ്ങൾ കറക്റ്റ് സ്ഥലം എവിടെയാ? ആലുവ. ഞങ്ങളുടെ വീഡിയോയിൽ ഒരാളെ കണ്ടപ്പം പുള്ളിക്കാരി ആളിനെ ഐഡന്റിഫൈ ചെയ്ത് പുള്ളിക്കാരനെ വിളിച്ച് ചോദിച്ചു എവിടെ ഉണ്ടെന്ന് ചോദിച്ചാണ് ഇവിടെ എത്തിയത്. എങ്ങനെ വന്ന്? വണ്ടിക്ക് വന്നോ? ഗൈസ് നോക്കൂ, അപ്പം യാദൃശ്യമായിട്ടാണ് കണ്ടെങ്കിൽ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. ഞങ്ങൾ അതേപോലെയൊക്കെ തന്നെയാണോ ഇരിക്കുന്നത്? ആണോ? വീഡിയോയിലെ പോലെയൊക്കെ തന്നെയാണോ? ഗൈസ്, എന്തായാലും സെക്കൻഡ് ഹാൻഡ് സാധനം മേടിച്ച് ഞാനും ആൻഡ്രൂചേട്ടനും പല തന്ത്രങ്ങളും പ്രയോഗിച്ചാണ്. പക്ഷേ ഈ സാധനം വർക്കായില്ല, സാധനം പെട്ടുപോയി. അപ്പം നമ്മൾ പുതിയ സാധനം ഇതിനുവേണ്ടി മേടിച്ചിട്ടു. ഏതാണ്ട് 6000 രൂപ അടുത്ത് വന്നു പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഊരി എടുത്ത സാധനങ്ങൾ, ആ പൈപ്പുകൾ, സാധനങ്ങൾ, സംവിധാനങ്ങൾ, കാര്യങ്ങൾ തന്നെ. അപ്പോൾ അവിടെ ബിൽഡിങ് അതുപോലെ സംഭവങ്ങളും കാര്യങ്ങളും ചെയ്യാണ്. മനു ഏകദേശമായിട്ട് കിട്ടിയോ? മെനു നോക്കണ്ടല്ലോ നമുക്ക്. ഗൈസ്, മനുവിന് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇത് തുറന്നു കയറി നോക്കി അപ്പുറത്തൂടെ. തുറന്നു കയറി നോക്കി. അതിൽ കയറിപ്പില്ല, സ്റ്റെപ്പുണ്ട്. ഞാനും അപ്പുറത്തൂടെ വരാം. അതിൽ കയറി വരാം സുഖമായിട്ട്. ചേട്ടാ, അപ്പം അതിനുള്ള സാധനമാണ് സ്റ്റോപ്പർ. കഴിഞ്ഞല്ലോ. പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് ചവിട്ടി നോക്കാം അല്ലേ? എയർ കയറുന്നുണ്ടോ, എയറിന് ലീക്ക് ഉണ്ടോ നോക്കണ്ട ആൻറ്റി ചേട്ടാ. അതോടെ ബെൽഡ് ചെയ്തു ആൻറ്റി ചേട്ടൻ. ഫടാഫട്ട് പരിപാടികൾ എല്ലാം ഏകദേശമായി. എന്താ ചേട്ടാ ഇങ്ങനെ പറഞ്ഞത്? മോനെ ചക്കര കുട്ട എടോ, താൻ തന്നെ അത് പറയണോട്. കൈസ്, അതായത് ഇവിടെ കമ്പി ക്ലിപ്പ് ചെയ്തു അങ്ങനെ ഇവിടെ ചേട്ടാ മറ്റേ സാധനം സെറ്റായി. സൗണ്ട് കൂടുതലായിരിക്കുമോ? കറക്റ്റ് കിട്ടുമോ? എടോ, ടെർബോയിന് സൗണ്ട് വരുന്നത് എന്താ ചെയ്യാൻ പറ്റുമോ മനു? ആണോ? അതിനാ ഇല്ല. ആദ്യമായിട്ട് പൈപ്പ് ചെയ്യുന്നത് നമ്മുടെ വണ്ടി. ആദ്യമായിട്ട് അത് സിംഗിൾ പൈപ്പ് പോലും ഇല്ല അല്ലേ? എക്സോസ് അടിച്ച വണ്ടി ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ട്, അറിയത്തില്ല, നമുക്കറിയത്തില്ല. നമ്മളറിയാതെ വണ്ടികളിൽ ഇപ്പോൾ ഉണ്ട്. നമ്മളിപ്പം ഇല്ലയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യത്തിനൊക്കെ പറഞ്ഞ പക്ഷേ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ ഒരിക്കലും ആദ്യം എന്ന് പറയില്ല. ആദ്യം എന്ന് പറഞ്ഞാലാണ് പ്രശ്നം. ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളായിരിക്കും. അപ്പോൾ കുഴപ്പമില്ലല്ലോ. നമുക്ക് ആരുടെ കോമ്പറ്റീഷൻ ഇല്ല കേട്ടോ. നമ്മളായിട്ടാണ് എല്ലാവരും കോമ്പറ്റീഷൻ ഉണ്ടാക്കുക. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാം ലാസ്റ്റ്. അപ്പോൾ ആർക്കും പ്രശ്നമല്ല. അപ്പോൾ ചിലപ്പോൾ അടിച്ച വണ്ടികളുണ്ടാവും. ഇഷ്ടം പറയാൻ പറ്റില്ല. അറിയാത്ത കുറേ വണ്ടികൾ പണിയെടുത്ത് വെക്കുന്നുണ്ട്. ഒരു 10-35 സ്റ്റാലിനുണ്ട് കേരളത്തിൽ. അറിയാമോ? ഇത് നമുക്ക് അറിയില്ലാത്ത എത്ര വണ്ടിയുണ്ട്. പക്ഷെ എല്ലാം വരുന്നത് നമ്മൾ വണ്ടി എടുത്തിരുന്നതാണ് എല്ലാം എടുക്കുന്നത്. അത് ഞങ്ങൾക്കറിയാം. 2020 എനിക്ക് തോന്നുന്ന പണ്ട് റിക്കവറിക്ക് വന്ന് തുടങ്ങിയതാ ഇത്. ഏതാണെന്നറിയാമോ? പറയാൻ പറ്റും. മറ്റേ സാധനം ശക്തിമാൻ മുതൽ ഇവിടെ ഇറങ്ങി തുടങ്ങിയത്. ഇപ്പോഴും ഉണ്ട് പെരുമ്പാവൂരൊക്കെ. പാലക്കാട് പെരുമ്പാവൂരുണ്ട് വണ്ടി. ഞാനൊരു കാര്യം പറയാം. അത് മാന ശക്തിമാൻ എന്ന് പറഞ്ഞാൽ ചാത്തനല്ല ചേട്ടാ, ഒറിജിനൽ മാന. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പൈസ ഒന്നും നോക്കുന്നില്ല, ഞാൻ അടുത്ത വണ്ടി കൊണ്ടുതരാം. ടെട്ര പുള്ളി ഇപ്പം വെള്ളം കുടിക്കാൻ എന്നോട് ചോദിച്ചു അളന്ന് കുടിക്കണം ആളാ. ആ പുള്ളിയാ ടെട്ര. നിങ്ങളുടെ ആശാൻ പോയി. ആൻറ്റിച്ചേട്ടനല്ലേ പറഞ്ഞത് എനിക്ക് ടെൻഷൻ ഇല്ലാന്ന്. ആൻറ്റിച്ചേട്ടൻ പറയാ ടെൻഷൻ ആക്കല്ലേ. നിങ്ങൾ കേട്ടാണ്, നിങ്ങൾ സാക്ഷിയാണ്. 50 പൈസ കൂടുതൽ തരാം ഗൈസ്. അപ്പോൾ ഓരോ പൈപ്പുള്ള സംബന്ധം ആൻറ്റിച്ചേട്ടൻ മറ്റേ സാധനം ശരി കയ്യിലേക്ക് ഒന്ന് പൊക്കി. ആൻറ്റിച്ചേട്ടൻ മറ്റേ സ്പീഡോമീറ്ററിൻ്റെ സാധനം കിട്ടാനില്ല ഇവിടെ. അപ്പോൾ ആൻറ്റിച്ചേട്ടൻ തന്നെ അതിൻ്റെ അകത്തൊരു ബെൽഡ് ചെയ്തിട്ട് ഒരു സാധനം വെച്ചിട്ട് അത് സെറ്റപ്പ് ചെയ്ത് കേട്ടോ. ഞാൻ സാധനം നിങ്ങളെ കാണിച്ചു തരാം. ആൻറ്റിച്ചേട്ടൻ ഫിറ്റ് ചെയ്ത് ആൻറ്റിച്ചേട്ടാ ഒന്ന് കൈ തരുമോ? ഇതിനകത്ത് ആൻറ്റിച്ചേട്ടൻ അതിലേ പോയോ? ആൻറ്റിച്ചേട്ടൻ എന്ത് ചെയ്യും? ഇത് ഇവിടെ ഉണ്ട് കാണിച്ച്. ഇത് ആൻറ്റിച്ചേട്ടൻ ഉണ്ടാക്കിയെടുത്തിയ സ്റ്റോപ്പർ ക്ലീവൺ ആൻറ്റിച്ചേട്ടൻ ഉണ്ടാക്കിയെടുത്ത സാധനം. ഇതിൻ്റെ ഇത്ര ഉണ്ടായിരുന്നുള്ളേ. അപ്പം ഇതിന് ഇങ്ങോട്ട് ഇത് വേണമായിരുന്നു. അപ്പം ആൻറ്റിച്ചേട്ടൻ അത് ടൂൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ടൂൾ സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ വന്നതൊരു ജിപ്സി ഉണ്ട്, നല്ലൊരു ജിപ്സി, അതായത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തൊരു ജിപ്സി. അപ്പം കൂടുതൽ സംസാരിച്ച് വന്നപ്പോഴാണ് തൊട്ടപ്പുറത്തെ പള്ളിയിലെ അച്ഛനാട്ടോ. അച്ഛൻ്റെ പേര് ജസ്റ്റിൻ എന്നാണ്. വീട്
അതിൻ്റെ വിളിച്ചേർന്നു. ഗൈസ് അപ്പം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഈ പള്ളിയല്ലേ ലാറ്റിൻ പള്ളിയല്ലേ? അച്ഛൻ ലാറ്റിനാ? ഗൈസ് ലാറ്റിൻ പള്ളി. ഇനി വേഗം സെമിനാരി ഉണ്ടോ? അച്ഛൻ ഏതെങ്കിലും മന്ത്രിമാരെ കാണുമ്പോൾ ഇതേപോലെ ചെയ്യാനുള്ളൊരു അവസരം ഒപ്പിച്ചേരാൻ പറയണം. നിങ്ങളൊക്കെ ആകുമ്പോൾ മന്ത്രിമാരെ പെട്ടെന്ന് കാണാമല്ലോ. ഓക്കെ, താങ്ക് യു. മീറ്റൊക്കെ ഗൈസ്. അപ്പം നമ്മുടെ വണ്ടിയുടെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായതുണ്ടല്ലോ ഇനിയിപ്പം വരാൻ പോകുന്നത് പുത്തൻ തലമുറയിലുള്ള മന്ത്രിമാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കയറി വരാൻ നേരം ഈയിടെ ഒരു പ്രശ്നം നടന്നില്ലേ? വെള്ളപ്പൊക്കത്തിന് പോയ വണ്ടിക്കിട്ട് അടിച്ചു കൊടുത്തിട്ട് മാറ്റിച്ചില്ലേ? പുത്തൻ തലമുറയിലുള്ള ആൾക്കാരെ ഇടപെട്ടിട്ട് അത് മാറ്റിച്ചില്ല. പുത്തൻ തലമുറയിലുള്ള ആൾക്കാർ മന്ത്രിസഭയിലേക്ക് വരാൻ നേരത്തെ നടക്കും. നമ്മളിനി ഒരിക്കലും സിസ്റ്റത്തിനെതിരെ സംസാരിച്ചിട്ട് കാര്യമില്ല, സിസ്റ്റത്തിനെതിരെ നിന്നിട്ട് കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ അതേ ക്രൈസുള്ള ആളുകൾ മന്ത്രിസഭയിലേക്ക് എത്തുമ്പം അപ്പോൾ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാറ്റഗറിയിലുള്ളതെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തുള്ള ആൾക്കാരാണല്ലോ ഇപ്പോൾ മന്ത്രിസഭയിൽ. ഇനി നമ്മുടെ ആ ഒരു ഇതിലുള്ള ആൾക്കാർ മന്ത്രിസഭയിലൊക്കെ വരുമ്പോൾ മാറ്റങ്ങളുണ്ടോ? അതെ ഗായ്സ്, വീഡിയോ കണ്ടി തപ്പി രണ്ടുപേരും കൂടി വീണ്ടും നിങ്ങൾ എങ്ങനെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞേ? ലാൻഡ് മാർക്ക് എങ്ങനെ കണ്ടുപിടിച്ചേ? ആ കട നേരെ ഗൂഗിൾ മാപ്പിലടിച്ച് നേരെ ഇങ്ങോട്ട് വന്നല്ലേ? അല്ലേ? അല്ല, നിങ്ങൾ സ്ഥലം ആരും പറഞ്ഞൊന്നുമല്ലോ അല്ലേ? തപ്പി പിടിച്ചു. മെട്രോ പില്ലർ നമ്മൾ വീഡിയോയിലത് പറഞ്ഞായിരുന്നു. 100 യൂറോ തരാന്നാണ് പറഞ്ഞത്. 100 യൂറോ നീ സൂക്ഷിക്കാൻ തരാമെന്ന് പറഞ്ഞത് നമ്മൾ 3 പേര് കേട്ടിരിക്കുക. നിന്റെ കയ്യിന്നൊരു പല്ലിമുട്ടായി മേടിച്ച് തിന്നാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാക്കി ഗൈസ്, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങളിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഫ്രണ്ടിലെ ക്യാബിനും സാധനങ്ങളൊക്കെ താത്തി പണി കഴിഞ്ഞേ ചേട്ടൻ കയറി. പിന്നെ ഞാൻ കയറി അടിക്കട്ടെ? എന്നെ ഞാൻ അടിച്ചു നോക്കട്ടെ? എനിക്ക് ഭയങ്കര ഐശ്വര്യവും ഇതുള്ള ആളാ. ഇതെന്നാ എടാ ഇവനെ വന്നേ, വാ ഞാൻ അടിക്കാൻ പോന്നേ. വാ, നീ അടിക്കണ്ട, നീ ഇറങ്ങി വാ. എൻ്റെ അത്ര ഐശ്വര്യം ആർക്കും ഉണ്ടാവില്ല കേട്ടോ. ഐശ്വര്യം നിറകൂടാ അങ്ങനത്തെ സാധനം. ഞാൻ കയറി അടിക്കാൻ പോവാം. എത്ര നേരം നാളുകൂടി എന്നറിയാം വണ്ടി കയറി അടിക്കുന്നത്. ഗൈസ്, അതായത് ഞാൻ അങ്ങനെ തുടങ്ങാൻ പോവാണ്. അടിച്ചോട്ടെ, അടിച്ചോട്ടെ. യെസ്, ഞാൻ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഗൈസ്, മതിലൊക്കെ നോക്കണേ, ഗിയറൊക്കെ വെക്കാണെ നോക്കിയിട്ട് ഗൈസ്. ഇല്ല, ന്യൂട്രാണ് നോക്കട്ടെ. അടിക്കുവാണ്. ഫ്രണ്ട് ആരില്ലോ, ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായി. ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. എന്നാ ചേട്ടാ ഇത്ര വിറവല്ല? അതല്ല, കണ്ണ് ഭയങ്കര ഇരിച്ചോണ്ടിരുന്നു. ഇതുണ്ടേ, അത് തിരിക്കുമ്പോ എന്തോ ഓഫായി പോകുന്ന വണ്ടി. കാല് കൊടുക്കല്ലേ? പുകയുണ്ട് കേട്ടോ, പുകയുണ്ട്. പമ്പ് തന്നെ കയറി കയറട്ടെ സ്വതസിദ്ധമായ രീതിയിൽ അല്ലേ? അല്ല നല്ല കാല് കൊടുക്കണോ? ഏത് ഒരു ടാങ്ക്? ചേട്ടാ സൗണ്ട് തന്നെ കുറഞ്ഞെന്ന് പറഞ്ഞില്ല, RPM കുറച്ചു നേരത്തെ. പിന്നെ വെറുതെയാണ് ആൻറ്റിച്ചേട്ടൻ എടുത്തോണ്ട് വണ്ടി തന്നെ അല്ലേ? ആൻറ്റിച്ചേട്ടൻ പണിയുന്നില്ലേ? എവിടുന്നാ? അങ്ങ് കണ്ണൂരിൽ നിന്ന്, പേട്ടയിൽ നിന്ന്, ബോർഡറിൽ നിന്ന് വന്ന് പണിയും ഇവിടെ? അല്ലല്ല, അല്ല നമ്മുടെ വീട്. അത് ശരിയാ, പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പണിതു. ആൻറ്റിച്ചേട്ടാ ഇപ്പൊ 2-3 കിട്ടുന്നെങ്കിൽ ഇനി എത്ര കിട്ടാൻ സാധ്യതയുണ്ട്? പക്ഷെ പൈപ്പ് ചെയ്യാൻ നേരത്തെ പോകൂലേ? പക്ഷെ ഇതല്ല കേട്ടോ, ഒരുമിച്ച് എയറിന്റെ ഇത് കയറാത്ത. ടെർബോ എടുത്തിട്ടില്ല കേട്ടോ ഇതുവരെ. അല്ല സോറി, കയറിയിട്ടില്ല, എയർ കയറിയിട്ടില്ല, സൗണ്ട് വന്നില്ല. ആടില്ല. അതെ, വെള്ളം പോന്നേ. ഏതാ പുതിയ മേടിച്ചോ? ആ ഫ്രണ്ട് പിടിപ്പിച്ചാ? ആണോ? അല്ല, അതിപ്പോ നമ്മളിപ്പോ എന്താ ചെയ്യാ? അതെപ്പോ എവിടെ മാറുക? ഇവിടുന്ന് മാറാൻ പറ്റുമോ? ശരി, കിറ്റ് മാറാൻ പറ്റുമോ? അതെ, മൊത്തത്തോടെ മാറണോ? കിട്ടുമോ? അതാ എൻ്റെ കിറ്റും കൂടെ മാറിയല്ലോ. എത്ര മണി എടുത്തല്ലേ?
ഇപ്പൊ കാലത്ത് ആക്സിലേഷൻ റെസ്പോൺസ് ഉണ്ട്, നേരത്തെ അതില്ലായിരുന്നു. കുറെ വ്യത്യാസം വന്നു പോകല്. ആണോ? ആ ടർബോയുടെ ആണിച്ചേട്ടാ ലീക്കാണ്. ഇതല്ലേ നോക്കിയേ. കുഴപ്പമില്ല കുഴപ്പമില്ല, കേട്ടാ നിലയ്ക്ക് അതല്ലേ ലീക്ക് പോയാ? ഇല്ല, ഓഫ് ചെയ്തേ. മീറ്റർ കാണിക്കുന്നില്ല. ഓഫ് ചെയ്തോ ലീക്ക് ചെയ്തിട്ടാണോ? ആനിച്ചേട്ടാ ഇച്ചിരി ഓയിൽ വല്ല ഒഴിച്ചു കൊടുക്കണം ആനിച്ചേട്ടാ. ഒന്നും വേണ്ട, പുത്തങ്ങ ഇവിടെ അല്ലേ. പുതിയ വേൾ കൊണ്ടുവന്നാ? അല്ല, നമ്മൾ ഇരുന്ന സാധനം തന്നെ, നമ്മൾ മാറിയിട്ടില്ല. അത് ശരിയാക്കിയതാ. പക്ഷെ ഈ വലിച്ച തിരിച്ചു വേണ്ടേ? തിരിച്ചു പോകില്ല, അത് നമ്മൾ അവിടെ സ്പ്രിംഗ് ഇട്ട് കൊടുക്കണം. താഴെ പമ്പുമ്മ ആ അടിക്കട്ടെ. ആയാ ചേട്ടാ? അടിപൊളിയല്ലേ? മേക്കപ്പിന് പോകണ്ട, രാവിലെ വന്നാ മതി അല്ലേ? അല്ലാണ്ടുള്ള പുക കുറഞ്ഞു കേട്ടോ. പുക കുറെ കുറഞ്ഞു. കുറേ കുറേ ഡീസൽ പമ്പിൽ കിട്ടില്ല, അതിന്റെ ആയിരിക്കും ഇപ്പൊ കുറെ വ്യത്യാസം വന്നു ഇല്ലേ? കുറച്ച് വ്യത്യാസം വ്യത്യാസം വന്നു. മറ്റേത് ഏരിയയിൽ നിൽക്കാൻ പറ്റില്ല. കയറുന്നില്ല കേട്ടോ. കയറും നിനക്ക് നോക്കട്ടെ. എന്തായി? കേറുന്നുണ്ടോ? ഓഫ് ചെയ്യണോ? ഓഫാക്ക്. സ്റ്റോപ്പർ കേബിളിന്റെ ആയിരുന്നു കേട്ടോ, സ്റ്റോപ്പർ കേബിളിന്റെ. എടാ ലിബി, സൗണ്ട് നന്നായി. ഒരു ടാങ്കിൽ പേര് പെട്ടെന്ന് കയറുന്നുണ്ട്, മറ്റേ ടാങ്കിൽ കയറുന്നില്ല. എടാ സ്റ്റോപ്പർ കേബിൾ ഇല്ലാണോ ലിബിനെ? ആ സ്റ്റോപ്പർ കേബിൾ ഇതായതാ, ടൈറ്റായതാ, അതിന്റെ പ്രശ്നം വരും. പോരാ, ഒച്ചയില്ല. ഗിയർ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ടാങ്കിന്റെ അളവ് 9 9 ഞാൻ ചെന്ന് നോക്കിയ ലിബിനെ. എണീറ്റ് ചെല്ലടാ ലിബിനെ, കളിക്കാതെ. ഒച്ച വന്നില്ല, ഒച്ച വന്നില്ല. ആ ചിക്കി ലോക്ക് ചെയ്യാതെ ചവിട്ടി പിടിക്കേ. ആ വിടട്ടെ. ഏയ് ഒച്ച വന്നില്ല, ഒച്ച കറക്റ്റ് കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഒച്ച വന്നില്ല? ആ സൗണ്ട് കറക്റ്റ് വരുന്നില്ലല്ലോ. 9 രണ്ട് ചേട്ടൻ ലോക്ക് ചെയ്യുന്നേ. ഏറെ ആ അതെ ആനിച്ചേട്ടാ ഒച്ച വരുമോ? ഇല്ല, പക്ഷെ മറ്റേ ചവിട്ടുമ്പോ വിസിൽ വരാത്തെ. വിസിൽ വരണം. വിസിൽ വന്നില്ലേ മനുവണ്ണനെ ഇറക്കും ഞാൻ, മനുവണ്ണന്റെ മെനു ഇറക്കും ഞാൻ. ഇത് വരുന്നോടെ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എന്നത്തേക്കാണ് അവിടെ സെറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലേ ഡേറ്റ് പറ, അതിനകത്തേക്ക് പ്ലാൻ ചെയ്യണ്ട. ഓഫാക്കണോ? സൗണ്ടാണ്. ആ അത് തന്നെ. ചവിട്ടിക്കേ. ഇല്ല ചവിട്ടിക്കേ. നമുക്ക് ഇതിനകത്ത് പിശിലി കയറ്റിയല്ല മനുവണ്ണ വന്നേ. ഇതിനകത്ത് നല്ല കയറുതള്ളുന്നുണ്ട്. ആ
അതിനകത്ത് പിച്ചിൽ കയറ്റിയാലോ? നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. ഇതാകുമ്പോഴോ ചവിട്ടിടാ ചവിട്ടി ചവിട്ടിട്ടാ നല്ല ടൈറ്റ്. ഇത് ഇപ്പോൾ കുഴപ്പമില്ല. അപ്പം ഇവിടെ എന്തോ ഒരു സ്ഥലത്താണ് ഏതൊരു പൊസിഷനിൽ നല്ല ടൈറ്റ് വരുന്നുണ്ട്. അതെന്താ അല്ലാണ്ട് ചേട്ടാ ഒരു പണിയാ, അറിയില്ല. ഒരു പണി ചെയ്താലോ, ഇതിൻ്റെ അകത്തോട്ട് ഈ ഓയിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഓയിലും ഒഴിച്ചു കൊടുത്താലോ? വെച്ചിട്ട് അങ്ങ് ഓല് വെച്ചു. അല്ല WD-40 അടിച്ചാൽ അപ്പോൾ ഞാൻ അടിച്ചോ പറയാം. എൻ്റെ ഒരു W40 ഇതിൻ്റെ അകത്ത് പോയെന്നേ ഉള്ളൂ. ഇതിനകത്ത് അതിൻ്റെ അല്ല WD-40 വേറെ എന്തൊരു റിട്ടേണും പോകുന്നുണ്ട്. ടൈറ്റും ഇല്ല. അന്ന് ഞാനൊരു കേസ് പറയട്ടെ, ഇത്ര ലോങ് ആയിട്ടാണല്ലോ സീറ്റിനെ അങ്ങോട്ട് കൊണ്ടുവന്നാലോ? അപ്പോൾ ഇത്ര വലിയ കേബിൾ വേണ്ട. പിന്നെ അവിടെ നമ്മളവിടെ തുളക്കാൻ ചൂട് പിന്നെ കയറും, അല്ലെങ്കിൽ തന്നെ വിളിച്ച് ചൂടല്ലേ. അയ്യോ തുളയ്ക്കണ്ട, അല്ലാതെ പിന്നെ പിടിപ്പിക്കുന്നത് വെറുതെ ഇട്ടാലോ? എവിടെ അവിടെ അങ്ങനെയില്ല. എന്തൊക്കെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നോക്കണം, എന്തൊക്കെ ടെൻഷനുകളാണ്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ്. നമ്മൾ ഉറങ്ങിയിട്ട് ഇതും കൂടി 80 ദിവസമായി ഉറങ്ങിയിട്ട്. സത്യം. പെയിൻ്റൊക്കെ പൊളിഞ്ഞു വന്നു. ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ അകത്ത് പിടിക്കാമല്ലോ ഒരിക്കലും. ഇത് ചെയ്യണം. മനോഹരനാണ് കുഞ്ഞു നോക്കി നോക്കി മടുത്തു. പിന്നെ ഞാൻ പറഞ്ഞ കമ്പനിയുടെ ലൈറ്റ് ഏത് കണ്ടോ? ലുമാക്സ്. ഇത് ലുമാക്സ് ലുക്മാൻ എന്നാണല്ലോ ഇത്. ലുക്മാൻ ഗൈസ്, ഇത് ലുക്മാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ലുമാക്സാണ്. ആ കമ്പനിയെ ഇറക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ നമ്മൾ പ്രശ്നം എന്നാ എൻ്റെ ചേട്ടാ? ഇതുണ്ടോ തെറിക്കുന്നുണ്ടോ? ഒന്നുകൂടി ചവിട്ടി വിട്ടേ. പവർ ഉണ്ടോ? ഒന്നും കൂടെ. ആൻ്റെ മുടി ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇതുകൊണ്ട് ചെറുതാക്കിയല്ലോ പൈപ്പ്, ചെറുതാക്കിയല്ലോ. അല്ല ഇതിങ്ങനെ താഴെ വരെ എത്തിക്കാൻ പറ്റൂല. അല്ലല്ല ഇവിടം വരെ ഉള്ളിൽ കൂടെ വരൂല. അതിൻ്റെ ഇട്ട് നോക്കിയോ? ഇട്ട് ആ ഞാൻ ഉള്ളിൽ കൂടി ഇടാൻ വേണ്ടി നോക്കിയിട്ട് നടന്നില്ല. ഊരിടണം. അല്ല നമ്മൾ നോക്കിയപ്പോൾ നടന്നില്ലല്ലോ. ആണിച്ചെന്നത് കട്ട് ചെയ്ത് ശരിയാക്കി നടന്നു. ഇതെന്നെ സംബന്ധിച്ചാൽ ചവിട്ടുന്ന സൗണ്ടേ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഏറ് വരുന്ന സൗണ്ട് കിട്ടണം, ഫീലിംഗ് കിട്ടാൻ വേണ്ടി. നമ്മൾ ആദ്യം ബസ് മേടിച്ചപ്പോൾ ബസ്സിൻ്റെ സാധനം മൊത്തം ഇവിടെയായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഒറ്റ ചവിട്ടിന് മൊത്തം പൊടി കൊത്ത പോകാനും. ചേട്ടൻ ഇത് എപ്പോഴാണ് കയറ്റിയിട്ട്? കയറി സക്സസ്സാണ്. ഇത്ര കൊണ്ട് കയറ്റിട്ടുണ്ട് ചേട്ടാ. മതി, ഇത്രേ ഉള്ളൂ. ചവിട്ടി വിട്ടേ. പൊടിയുണ്ടല്ലേ? ഇതുണ്ടോ? പൊടിയുണ്ടോ ഇതിൻ്റെ അകത്ത്? പൈപ്പിൻ്റെ ഉള്ളിൽ ഇത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എൻ്റെ ചേട്ടാ? ചവിട്ടിടാ ചവിട്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എൻ്റെ ചേട്ടാ? താഴോട്ട് പീസ് ഇട്ട് താഴോട്ട് താഴോട്ട് വെക്കുമോ? സൗണ്ട് ഇപ്പം തന്നെ മാറിയത് ഇച്ചിരി താഴോട്ടിട്ടോ കാണുന്ന ബമ്പർ വരുമ്പോൾ മൂടിപ്പോവാൻ എൻ്റെ ചേട്ടാ. എൻ്റെ ചേട്ടാ ബമ്പർ വരുമ്പോൾ മൂടിപ്പോവും. അങ്ങനെ മൂടാതിരിക്കാൻ വേണ്ടി ഗൈസ്, അതായത് സംഭവം എല്ലാം റെഡിയായി. ആശാൻ ഇത് കൂട്ട് 5-6 ഫിറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആശാൻ്റെ കിളി മാറി ഈ വണ്ടിയിൽ സൗണ്ട് വരുന്നില്ല. പുള്ളി പല രീതിയിൽ ആലോചിച്ചു. ഇനി ഇതിൻ്റെ അകത്തുള്ള ഈ കയറി ഇരിപ്പുണ്ടോ? തിരിച്ചെല്ലാം കൊടുത്തോ? തിരിച്ചെല്ലാം കൊടുത്തോ? ഇങ്ങനെയല്ല സൗണ്ട് വരണ്ടേ? ഇങ്ങനെ സൗണ്ട് വരണ്ടേ? ഇത് നിങ്ങളുടെ അവിടുത്തെ ആരെങ്കിലും ഉണ്ടോ ഇത് ചെയ്ത ആരെങ്കിലും? അതായത് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരു സുപ്രാതി ഇപ്പം എല്ലാം കുഴപ്പമായി. ഇലക്ട്രിക്കൽ ഭാഗങ്ങളെല്ലാം എന്തായിരിക്കും? നിങ്ങളിന്ന് നോക്കിയെന്ന് ഫീസിൻ്റെ ബേക്കിലാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ മാലയൊക്കെ മേടിച്ചല്ലേ? ഏതായിരിക്കും? മൊത്തം ലൈനും ഒന്ന് നോക്കുമോ? എവിടെ ഷോർട്ട് ഉണ്ടെന്ന് എനിക്കൊന്ന്. ഇടയ്ക്ക് 4x4 സ്വിച്ച് ഇല്ലേ, അതിന്മേൽ ലൈറ്റും സാധനങ്ങളൊക്കെ കത്തും. അത് ഇടയ്ക്ക് കത്തും, ഇടയ്ക്ക് കത്തൂല. അങ്ങനെയൊക്കെയാ. ഞങ്ങളിവിടെ ഉണ്ടെന്ന് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയേ? A1 പുള്ളിക്കാരൻ പറഞ്ഞടാ. A1 ഇവരോട് പറഞ്ഞു. അങ്ങനെ ഇവരറിഞ്ഞ്. അങ്ങനെ പിന്നെ നമ്മളെ വണ്ടിയെന്ന് മനസ്സിലപ്പോൾ അങ്ങനെ വിളിച്ചു അല്ലേ? നിങ്ങൾ പണിയെടുത്തോണ്ടിരിക്കുമല്ലോ. ഇവർക്ക് മോഡേൺ ബ്രിഡിൻ്റെ അവിടെ വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ
കുറച്ചൊക്കെ ഒതുക്കിയിട്ട് അവരിപ്പോൾ ഇങ്ങോട്ട് ചേട്ടാ ഒന്ന് മൊത്തം നോക്കി തരുമോ ചേട്ടാ? ശ്രമിക്കുമോ എന്നാന്നുള്ളത്? തുടങ്ങുമല്ലേ? വയറ് എന്തെങ്കിലും വേണേൽ മേടിക്കാം നമുക്ക്. തുടങ്ങട്ടെ അവർ. നമ്മൾ ശല്യപ്പെടുത്തണ്ട. ചേട്ടാ സാധനങ്ങളൊക്കെ എടുത്ത് സാധനങ്ങൾ തുടങ്ങുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളെ ട്രാവലർ പിടിച്ച കേട്ടോ. നമ്മളെ ട്രാവലർ നേരെ നമ്മളെ ആറ്റെ പിടിച്ച് കഴിഞ്ഞിട്ട് വണ്ടിയില്ലേ ഈ ചേട്ടന്മാർ നമ്മുടെ വണ്ടി പണിതിട്ടുള്ള ഗൈസ്. അങ്ങനെ അവസാനം പിഷിലിൻ്റെ മൊത്തം കിറ്റ് അല്ലേ ലിവിന? ഇതാ മൊത്തം കിറ്റ്. ഇത് നമുക്ക് പ്രിൻസ് ചേട്ടൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കണ്ടത്. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് യൂറോപ്പിന് പോകാൻ പറ്റൂല. പക്ഷേ തൂക്കം കിട്ടൂല. 30,000 രൂപ 30 കിലോ കൊണ്ടുപോകണമെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് മേടിക്കുക. ആ 30,000 രൂപയ്ക്ക് പകരം ഇതൊക്കെ ചൈനയുടെ സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. ഇത് ടൂൾ ബോക്സ് അപ്പോൾ എല്ലാവരും മേടിക്കുന്നുണ്ട് ഈ സാധനം. ചേട്ടൻ്റെ ശിഷ്യനാ ചേട്ടൻ? മെക്കാനിക്കാ? എവിടുത്തെ ടാറ്റയിലാ? കണ്ടോ ഇവർ മേടിച്ചാക്കുന്ന പാർട്സ് മൊത്തം കണ്ടോണേ. എടുത്തിങ്ങനെ വിരിയൂലേടാ? ഇത്രേ ഉള്ളോ? ഇനിയാണ് വിരിയാത്ത? ഇതൊന്ന് വിരിച്ച് ഇത്ര വിരിയുള്ളൂ. എത്ര കണ്ടോ എല്ലാ കമ്പനി സ്റ്റാൻലിയാ, എല്ലാം സ്റ്റാൻലി. ഇതുണ്ടോ എല്ലാം സ്റ്റാൻലി. കൊള്ളാലോ, നല്ല പാർട്സുകൾ. വയർ കട്ടർ ഇതെല്ലാം സ്റ്റാൻലി. സ്റ്റാൻലിയുടെ സ്പാൻഡർ എങ്ങനെയുണ്ടോ? നല്ല സ്പാൻഡറാ? സ്റ്റാൻലി അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. സ്റ്റാൻലി നല്ല കട്ടിയാണ്. പിന്നെ ടബാരയിൽ നല്ലതാണ് സ്റ്റാൻലി. വൈപ്പർ മോട്ടർ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഫീസ് പോവോ? ആ പോയി കൊള്ളൂല. ഇതിൻ്റെ ഇവിടെ മുതൽ അങ്ങ് അറ്റം വരെ പോകുന്ന എല്ലാ കണക്ഷൻ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അല്ല അങ്ങനെ ഊരിയെടുക്കേണ്ടി വരും. അങ്ങനെ തന്നെ ഊരിയെടുക്കേണ്ടി വരും എല്ലാ സാധനം. മറ്റേ ഡാഷ്ബോർഡൊക്കെ ഊരണം കേട്ടോ. എല്ലാം ഊരണം. എടാ അതെടുത്ത് മാറ്റാൻ കേട്ടോടാ. നീ ഇപ്പം ചവിട്ടിയൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാമെന്നാ. ആ നോക്കട്ടെ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. അവരവരുടെ ത്വരിതമായ രീതി. തല പോകുന്ന ജോലിയാണ്. അപ്പോൾ അത് അവരെ എടുക്കട്ടെ. ഇലക്ട്രിക് പരിപാടി. അയ്യോ നമ്മുടെ അണ്ണൻ ഇറങ്ങി. അണ്ണാ ചിച്ച് എന്തായിരിക്കും? ചെറിയ പൈപ്പാ ഈ ബ്രേക്കിന് വേണ്ടി വന്നതാണ്. ചെറിയ പൈപ്പ്. അപ്പം നമ്മൾ വലിയ പൈപ്പാക്കി നോക്കും വീണ്ടും അവൻ സൗണ്ട് വരുമെന്ന് നോക്കുക. ഞാൻ വേണം ഒരാൾ ചെയ്ത ഒരാളുടെ ഇതടിച്ചിട്ട് അവൻ എന്നെ ഏതെന്നറിയാമോ? ഔട്ട് വന്ന പൈപ്പിൽ വിസിൽ കിട്ടി. വിസിലോടെ കിട്ടും. പോലീസിൻ്റെ വിസിൽ കിട്ടണം. ഇല്ല, ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് പറഞ്ഞത് യഥാർത്ഥ സംഭവം. ഈ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ സൗണ്ട് വരണം, അന്നല്ല കാര്യമുള്ളൂ. അവിടെയും വരുത്തിക്കാം. നീളമുള്ള വിസിൽ മേടിച്ചിട്ട്. ഇവിടുത്തെ ഇങ്ങനെ തൊട്ട് ഫ്രണ്ടിലൊരു ഇതില്ലേ സൂപ്പർ മാർക്കറ്റ് വിസിലുണ്ടോ? ഇന്ന് കിട്ടാൻ സാധ്യതയില്ല. ഇപ്പം നമ്മുടെ ഫ്രണ്ട് ആരെങ്കിലും വരും. ആ നീ എന്തിനാ മറ്റേ വക്കറ്റിൽ ഓർഡർ ചെയ്യും? എവിടെ ഇരിക്കുന്നത്? നീ വക്കറ്റിൽ ഓർഡർ ചെയ്യണേ. ബ്ലിങ്കറ്റിൽ ഓർഡർ ചെയ്യട്ടെ? ബ്ലിങ്കറ്റിലോ സ്വിഗ്ഗിയിലോ ബക്കറ്റിലോ നോക്കട്ടെ. വക്കറ്റിൽ ഓർഡർ ചെയ്യും. ചേട്ടാ നിങ്ങൾ ഈ മെഷീനിൽ തന്നെ ഒന്ന് ആക്കി ഇത് നിങ്ങൾ സാധനം പോയി ചേട്ടാ പൊള്ളി ഇരിക്കുന്നുണ്ട് ചേട്ടാ. പോയി. അപ്പൊ ഇത് കത്തൂലടാ. ഇതാണോ വണ്ടിയുടെ വയറിങ് മൊത്തം? ആ ഇപ്പം പറഞ്ഞാൽ മതി. എൻ്റെ അണ്ണൻ്റെ കാര്യം നോക്കിയ ഈ സാധനം. ഇതിപ്പോൾ ഞാൻ ഇതൊരു ചൂട് കാണണമെങ്കിൽ ചില പച്ചവെള്ളം ഒഴിച്ച് ചൂട് കാണാൻ മറ്റേ ചേട്ടൻ എണീറ്റ് മതി അവിടെ ഇരിക്കാതെ. ഇതിൻ്റെ ചൂട് നിങ്ങളെ കാണിച്ചു തരാൻ ഇപ്പം ഞാൻ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടേ കാര്യമുള്ളൂ. ഇപ്പം ഇതെന്നെ ചെയ്യും? മേടിക്കേണ്ടി വരും. ഉണ്ടോ? ചിക്കൻ സൗണ്ട് വന്നില്ലല്ലോ. ഇല്ല വന്നില്ല. എടാ എന്നാലും നീ മൊത്തം ഒന്ന് വല്ലായി നോക്കുവോ? ഇതാന്ന് വിചാരിക്കണ്ടാ. നിന്നെ ദൈവം രക്ഷിക്കും. നിങ്ങൾ പിടിച്ചു വയ്ക്കാണ്. അതെന്നാ എൻ്റെ ചേട്ടാ രണ്ടാമത് ബൈൻഡിങ് പറ്റിയതാണോ എൻ്റെ ചേട്ടാ? എനിക്ക് തോന്നുന്നു ഇതാ ഈ ആൾക്കാർ പറയുന്നത് ഒരിക്കലും സാധനം റിപ്പയർ ചെയ്തെടുക്കരുതെന്ന്. പുതിയ വാങ്ങണമെന്ന് പറയുന്നത്. ചില സാധനങ്ങൾ ചിലത് റിപ്പയർ ചെയ്തെടുക്കാം. ഇത് ആൻ്റെ ചേട്ടാ ഓക്കെ അല്ലേ? നാളെ സ്പീഡോമീറ്റർ ഇതും കിട്ടും. ആരും എല്ലാ സാധനവും നമുക്ക് കിട്ടും. ആ A1 ചേട്ടൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഡൽഹി കിട്ടാൻ സാധനമില്ലല്ലോ. ആന ചേട്ടാ പുതിയതാണോ സെക്കൻഡ് ആണോ ആന ചേട്ടാ? ഇതിപ്പോൾ നമ്മൾ വേറെ പൈപ്പ് ഉണ്ടാക്കുക എയറിന് വേണ്ടി. ആ സൗണ്ടിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ ലാഭമാണിത്. അവിടെ ഇലക്ട്രിക്കൽ പണി നടക്കും കേട്ടോ. അതേ സമയത്ത് നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഞാൻ.
അല്ല അവനെ നോക്കി അവന് മനസ്സിലായി ചേട്ടാ മറ്റേ ചെറുക്കൻ ഇത് കെട്ടിയപ്പോൾ കൈ ഇതായി പോയെന്ന്. കൈ കരിഞ്ഞു പോയി. ഞങ്ങളൊരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞു ചേട്ടാ കൈ അങ്ങനെ കൈ കരിയാൻ വേണ്ടി. ഞാൻ എന്നിട്ട് അവസാനം അവനെ ഇറക്കി കാണിച്ചു ചേട്ടാ ഇത് ഉണ്ടോന്ന്. എന്നിട്ട് അയാൾ വീണ്ടും ഫീസ് കെട്ടാൻ വേണ്ടി പോയി. അവനെ കെട്ടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവനോട് ലൈൻ ശരിയാക്കിയിട്ട് അപ്പം അതായിരുന്നു വിഷയം. 1300 രൂപ പോവുകയും ചെയ്തു. ഒന്നും പറയണ്ട, ഉണ്ടായിരിക്കാം. കെട്ടി ശരിയായില്ല. അതല്ലടാ, അത് അവർ പറഞ്ഞു ഓർക്കുന്നുണ്ടോ സംഗീതയുടെ ഫ്രണ്ടിലെ അവർ ശരിയാവൂല എന്ന്. ഞാൻ വിസിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. വിസിൽ ഓർഡർ ചെയ്തു. പിന്നെ മറ്റേ ഫുട്ബോളിന് ഊതുന്ന PP ഓർഡർ ചെയ്തു. അയ്യോ കുഞ്ഞു പിള്ളേർ വേണം മറ്റേ സാധനം കൂടെ ഓർഡർ ചെയ്യായിരുന്നു. കൊരവ ഗൈസ്, ബ്ലങ്കറ്റിൽ നിന്ന് നമ്മുടെ സാധനം വന്നു ഗൈസ്. ഇത് ഞാൻ തന്നെയാണ്. നീ 4 വിസിലല്ലേ എൻ്റെ ഫോട്ടോ എടുക്കാനാ? അതെന്തിനാ വെറുതെ? സാധനം തന്നോളൂ നീ. സാധനം തരൂ. താങ്ക് യു. ഇതൊന്നും വേണ്ടല്ലോ, OTP ഒന്നും വേണ്ടല്ലോ. പൈസ തന്നാ ഗൈസ് ഫൈനലി നമുക്കൊരു സാധനം കിട്ടി. ഇത് വിസിലടിപ്പിക്കാൻ വേണ്ടിയാ. വാ ആവശ്യമില്ല, നമുക്ക് ഈ വിസിലാക്കാം. ചേട്ടന്മാരെ ചോറിക്കാൻ പോയി. അനുചേട്ടൻ പോയോ? അനുചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അനുചേട്ടാ സാധനം റെഡി. ദേ ഒന്ന്. അയ്യോ അതെടുത്ത് കളഞ്ഞേ. ദേ രസമല്ലേ? ഇതാണ് ചേട്ടാ പടത്തെടുത്തുള്ള വിസില്. അല്ല ഇതിൽ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഏട്ടേ. ചുമ്മാ അടക്കി വയ്ക്കാം. വേറൊരു എന്ത് സൗണ്ട് വരുന്നത് കണ്ടു നോക്കിയാണ്ട് ചേട്ടാ. നമ്മളെല്ലാം വട്ട് കേസ് പിടിക്കുന്ന കേസുകൾ നമ്മളെല്ലാവരും. അതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്താലും നമ്മൾ സംഭവം പഠിക്കുന്നത്. മനസ്സിലായോ? അല്ല അവിടെ സെപ്പറേറ്റ് ഇത് പിച്ചിൽ വെക്കാത്ത സൗണ്ടാണോ? ഇനിയിപ്പോൾ ഞാൻ എന്നാ കാണിക്കുന്ന അണ്ണ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വീശിയാലും അടിച്ചാലോ? ഇതിനകത്ത് ഇട്ടോ കേട്ടോ. ആൻറ്റിച്ചേട്ടൻ പോയോ? അല്ല ഞാൻ ഒന്ന് വെക്കട്ടെ ആൻറ്റിച്ചേട്ടാ, അതിലേക്ക് ഒന്ന് വെക്കട്ടെ. നമ്മൾ നോക്കുവാണേ. ഒരു ചേർത്ത അതിനാണ് ചേട്ടാ ചവിട്ടിവിടെ വെറുതെ ചവിട്ടിയാൽ മതി എൻ്റെ പൊന്നിൽ ഇവനെ. അത് നടുക്കത്തും കൂടെ എങ്ങനെയാലും നോക്കുവോ? ഇതിവിടെ കിടന്നട്ടെ. ഇത് കൊള്ളാം. മറ്റേ എയർവണ്ട് വെച്ച് ആയില്ലേ? ഇതിനെല്ലാം ക്ലിപ്പ് അടിച്ചാൽ മതി. ഇപ്പം മറ്റേ വലിയത് വെച്ച് നോക്കിയവനെ വെച്ചു. അതാ നല്ല. അത് കുഴപ്പമില്ല. ഇത് ചില സൗണ്ട് ഉണ്ടാവും. ഇതാ നല്ല സൗണ്ട് ഉണ്ടോ? കൊള്ളാം അല്ലേ? അതിന് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. കുഴപ്പമില്ലല്ലോ. അത് ഇവിടെ സെറ്റ് ചെയ്യാം. മറ്റേത് എന്തായാലും കിട്ടണം. താഴെ വെച്ച് മുറിക്കാൻ മതി. ഹോൺ പോലെ രസമായി. ടൈറ്റ് വെച്ച് ടൈറ്റ് ചെയ്താൽ പോരെ? ഇവിടെ വേണ്ട, പ്ലാസ്റ്റിക് അല്ലേ. ഇതല്ലേ നല്ല ഫ്രണ്ട് വെക്കണേ. നല്ല സൗണ്ട് ആയി. താഴെ തൂക്കിയിട്ടാ മതി. എൻ്റെ ചേട്ടാ തൂക്കിട്ടാ പോവും. അടിച്ചു പൊട്ടി പോകും. ക്വാളിറ്റി ഇല്ലല്ലോ. ചാത്തം പ്ലാസ്റ്റിക്. ഇനി സാധാ വിസിൽ നോക്കണോ? ഞാൻ ഊതിയ ഒരു PP പോലും നന്നായി തൂതൂല. അടുത്ത എന്നൊക്കെ വട്ട് കേസാണ് ചേട്ടാ. അത് റൗണ്ട് എടുക്കുക മനു. റൗണ്ട് മറ്റേ ഉരുണ്ട എടുക്കുക. ഇതിപ്പോ ഒരു മിനിറ്റ്. ഇതിപ്പോ ആൻഡ്രി ചേട്ടൻ ഇതിനോട്ട് കൗതുകം ഉള്ളായിരുന്നോ? വേറെ വല്ല ആശാന്മാരാണ് ഇപ്പൊ ഓടിച്ചാല്. അത് എടുത്തിട്ടോ. ചവിട്ടിട്ടെ അല്ലേ? അത് കാണിച്ചേ. റൗണ്ട് കാണിച്ചേ. അത് പിന്നെ ഇത് വേണ്ട, നല്ല മെച്ചതാണ്. ആണോ? കാണിച്ചേ. അപ്പം എങ്ങനെ ചപ്പും ആ ഫ്രണ്ട്? അതൊക്കെ ക്ലിപ്പ് തന്നെ റെഡിയായിക്കോളും. വിട്ടേ. അത് പോരാ. ഇത് വേണ്ട. അടുത്ത് അതെ. എന്നാ പിന്നെ ഇതന്നെ കൊടുക്കാം. ഇത് കൊടുത്തേ. അണിച്ചാണ്ട് ഒന്നും കൂടെ കൊടുത്തേ. രണ്ടായി. അത് കുഴപ്പമില്ല. മറ്റേ ഇപ്പൊ കാര്യമായനെ കുറെ മാറിയോണ്ട് കുറച്ച് കൊടുത്തേ. ലിവിനായില്ലേ? ഒരു മിനിറ്റ് അണിച്ചേട്ടാ വിട്ടേ. ഇത് പോരെ? ഇത് മതി. മതി. നല്ല സൗണ്ടുണ്ട്. അത് മതി.
ഇത് വെച്ച് ബാക്ക് സെറ്റ് ചെയ്യണം. അതിന് അവർ ഊണ് കഴിക്കാൻ പോയില്ലേ? ബാക്ക് മറ്റേ തന്നെ സെറ്റാക്കണം ചേട്ടായി. ചവിട്ടി വിട്ടേ. മോശമൊന്നുമില്ല, അത് മോശമൊന്നുമില്ല. വേണമെങ്കിൽ വെച്ചാൽ മതി. ആ, അത് മോശമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞ നടുക്കൊന്ന് മുറിച്ച് കഴിഞ്ഞാൽ ഇത്ര സൗണ്ട് ഉണ്ടാവില്ല. ഇത് ഇവിടുന്ന് ഇച്ചിരി കട്ട് ചെയ്താൽ ഞാൻ മിക്കവാറും ആ, കുറച്ചുകൂടി ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ചേട്ടാ അവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ആവും. കട്ട് ചെയ്ത് നോക്കണോ? എന്തായാലും നമ്മൾ മറ്റേ ഉദ്ദേശിക്കുന്നത് ഇത്ര സൗണ്ട് വേണ്ടല്ലോ. എയർ ഹോണിന് തുള്ളിയായി പോകില്ലേ? ചേട്ടൻ അത് ഇച്ചിരി കൂട്ടിക്കെട്ടി എന്നിട്ട് കുറയ്ക്കാമല്ലോ. ആ, പണമച്ചം കട്ടി. ഇത് 69 രൂപ എങ്ങാനും കേട്ടോ. അപ്പോൾ പോട്ടെ. ബ്ലിങ്കറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ എല്ലാം നടക്കുന്നു. അല്ലേ ഉണ്ടല്ലോ ഇതൊന്നും കിട്ടൂല. ആ, ഇനി ഞാൻ ചവിട്ടിയിട്ടോ ലിവി? ആ, അപ്പോൾ കറക്റ്റ് സൗണ്ടായി. കറക്റ്റായി വിട്ടേ. ആ, കുറച്ചുകൂടി ചെറുതാണോ? വേണ്ട വിട്ടേ, ചവിട്ടി വിട്ടേ. ആ, മതി. അപ്പോൾ കറക്റ്റ് സൗണ്ടായി. ആ, ഇനി ബേക്കിത്തേം കൂടെ ഉള്ളൂ ആക്കാൻ. ഇതിനൊരു കട്ട് ചെയ്ത് കളയണോ? വേണ്ട അത് കറക്റ്റാ. അത് കട്ട് ചെയ്യണ്ട. വേണ്ടപ്പാ, വേണ്ട. ഓണിയ മാർച്ച് സെറ്റ് ഗോ. ഗോ. അല്ലേ? അപ്പോൾ അതായത് നമ്മുടെ ഇലക്ട്രീഷ്യൻ ചേട്ടന്മാർ ഇവിടെ ഉണ്ട്. അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട് വണ്ടിക്ക്. നമ്മുടെ അവിടുത്തെ സുഗുണൻ എല്ലാം നശിപ്പിച്ച് നാരണക്കല്ലാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഒന്നാ ഫീസ് ബോക്സ് കാണിച്ചേ. ചേട്ടാ ഇഷ്ടംപോലെ ലൈറ്റ് കത്തിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, എല്ലാം നശിപ്പിച്ച് നാരണക്കല്ലാക്കി കേട്ടോ സുഗുണൻ. അതിൻ്റെ ബാക്ക് സൈഡ് ഏതാ? ഇത് ഫ്രണ്ട്. ബാക്കിൽ തന്നെ കേട്ടോ പ്രശ്നം. ഓ, പഴയ മോഡലാണ്. ഇത് ഫുള്ള് ലൂസായി ഫീസിനകത്തല്ല. ആ ഇപ്പോൾ നിങ്ങൾ ഡിപ്പൊക്കെ ഇടുമ്പോൾ ഇല്ലേ, ആ ഫോണിന് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻ കറണ്ട് എടുക്കുന്നതാണ്. ആ ഇത് ലൂസായി കൊടുക്കും. ബാക്കി നിങ്ങൾ എല്ലാ പോകുന്ന ലൈനുകളൊക്കെ നോക്കൂ അപ്പം. ഫ്രണ്ട്. ആ, മതി. ആ, ഈ മൊത്തത്തിൽ മാറ്റാനാ? മറ്റേ ടൈപ്പ് ആക്കണം. അതെവിടെ കിട്ടും ഇപ്പോൾ? ഇന്ന് കിട്ടാൻ ചാൻസ് ഇല്ല. ആ, ഇന്ന് നടക്കുന്ന കേസിനെ കുറിച്ച് അത് പറ്റും. എയിമിന്ന് എടുക്കാം. ചോദിച്ചോണ്ടോ നിങ്ങൾ? ചേട്ടാ ഒരു ഫോട്ടോ ഓർഡർ ചെയ്താൽ പോരാ? പോട്ടറി ഓർഡർ ചെയ്താൽ പോരെ? ചോദിച്ചോക്കാം. ഞാനെ വിളിക്കട്ടെ. എന്നാൽ അതിൻ്റെ പുറകെ നിൽക്കാം. ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊക്കെ ഗായ്സ്, ഈ ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊക്കെ കറക്റ്റല്ലുണ്ടല്ലോ, പരിപാടി പാളിപ്പോവും. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. പരിപാടി. എടാ ലിബിനെ പുള്ളി നമ്പർ, പുള്ളിനെ വിളി. ടാക്സി വിളിയടാ, ടാക്സി. ചേട്ടാ ഇന്ന് പുള്ളിക്കാരൻ കട ഉറക്കും ചേട്ടേ. വരുന്നുണ്ട് വിളിക്ക്. അല്ല, ഇത് കിട്ടണ്ടേ? ഫീസ് ബോക്സ് എടുത്തു തരുമോ? എടുത്തു തരുമോ? അന്നൊന്ന് പറഞ്ഞാലോ? ഒന്ന് വിളിക്കാം. എടാ സെറ്റ് ചെയ്യാം. മുറിച്ചോ ചേട്ടായി? അതിന് വണ്ണം കുറച്ചോ? ഇല്ലല്ലോ, ഇത് തന്നെ. ഇത് നമ്മൾ ഇത്രയാക്കി കൊളമ്പി. അപ്പോഴാണ് കറക്റ്റ് സൗണ്ട് വന്നത്. എന്താണ് ഇനിയും കുറയ്ക്കുന്നത്? ഈ പൈപ്പ് കൂട്ടാനല്ലേ എനിക്ക് തോന്നി. മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഗൈസ് ഫൈനലി അങ്ങനെ നമ്മൾ ഈ സാധനം ഇവിടെ ഫിറ്റ് ചെയ്ത് കേട്ടാ. അടിപൊളിയായില്ലേ? അടിപൊളിയായി. അതിനും പോകത്തില്ല, ചവിട്ടുമ്പോൾ ഒരു സൗണ്ട് കിട്ടും. ഫ്രണ്ടിൽ ബ്രേക്കിലേയും കൂടെ കിട്ടണം. ഹോൺ അടിക്കണ്ട, ഒരു ബ്രേക്ക് ഔട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തേ ഉള്ളൂ കേട്ടോ. അത് ബ്രേക്കിലേയും കൂടെ ഇനി സെറ്റ് ആകുന്നുണ്ട്. ബേക്കിൽ ആ സാധനത്തിൻ്റെ ഉള്ളിൽ സെറ്റാവണം. ഭയങ്കര സൗണ്ട് ആയിരിക്കും. നമ്മളെ മേടിച്ച് വെച്ച സാധനത്തിൻ്റെ ഉള്ളിൽ സെറ്റാവണം. വമ്പ സൗണ്ട് ആയിരിക്കും. സെറ്റായി കിട്ടണം. എന്തിനാണ് ചേട്ടാ മറ്റേ കേബിൾ ഒഴിവാക്കാനാ? ആ, ഓഹോ. അതിൻ്റെ ചേട്ടത് ഗ്രൈൻഡിങ് മെഷീൻ വരെ ഉണ്ടോ? തുളയ്ക്കുന്ന മെഷീൻ. ആ, ഡ്രില്ലിങ് മെഷീൻ. എന്നിട്ട് നോക്കാനാ? ഇതിനാണ് കയറ്റി വിട്ട് കഴിഞ്ഞാലേ ആ, നേരെ കൊടുക്കാം. നേരെ എടുത്ത പ്രശ്നം ഉണ്ടാവില്ല. ബെൻഡ് ഉണ്ടാവാത്ത രീതിയിൽ നേരെ ഇങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പരീക്ഷിച്ച് നോക്കാം. അല്ല, നഷ്ടമൊന്നുമില്ല. മറ്റേ ബെൻഡുള്ളതുകൊണ്ടാണോ വിഷയം വരുന്നത്? അതിൻ്റെ ബെൻഡ് മടക്കുന്നുണ്ട് കേബിള്. ചോറ് വയ്ക്കണ്ടേ? പൊറോട്ട ഇടയ്ക്ക് നനച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വശത്ത് ഇലക്ട്രിക്കൽ പരിപാടി നടക്കുന്നുണ്ട്. ഇപ്പം മോട്ടർ നാളെ മേടിക്കണ്ടേ ആണ്ടും ചേട്ടാ? മോട്ടർ നാളെ മേടിക്കും. അതിന് നമുക്ക് ചെയ്യാൻ കേസല്ലേ ഉള്ളൂ. വെറുതെ പ്ലഗ് ചെയ്ത് ലൈൻ കട്ടാൻ നമുക്ക് തന്നെയാണ് നേരെ ചെയ്യാൻ കേസല്ലേ ഉള്ളൂ. മൊത്തം എല്ലാം പരിപാടി ആയിട്ട് എന്താ ഇതിൻ്റെ ഇത് നോക്കണം. ഒരു കുഴപ്പമില്ല. മോട്ടറിൽ നിന്ന് തുടങ്ങിയത് ഓരോ പരിപാടികൾ. അവിടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ ഇരിക്കുന്നിടത്തൊക്കെ? ആ, മാറണം. 100% ഉറപ്പാ?
പോയി. ഫീസ് ബോക്സ് പോയെന്നാണ് പറയുന്നത്. പുതിയത് കിട്ടാൻ എന്തിനും വഴിയുണ്ട് ചേട്ടാ എവിടെ കിട്ടാൻ? 34 സർവീസ് ചേട്ടാ ഒന്ന് അതെന്താ സാധനം ഒന്ന് ഗോതടിച്ച് നോക്കിയേ, അത് മാത്രമേ എടുക്കും. മനസ്സിലായി. ആപ്പയുടെ വലുതല്ലേടാ? അതായാലും കുഴപ്പമില്ല. കണക്ഷൻ കൊടുത്താൽ പോരെ അല്ലേ ആൻറ്റി ചേട്ടാ? മറ്റേ കണക്ഷൻ കൊടുത്താൽ പോരാ ആപ്പയുടെ ആണെങ്കിലും ഒരുമിച്ച് വെച്ചിട്ട്. എൻ്റെ മറ്റേ ബസ്സിന് വെച്ച സാധനം ഞാൻ ഒന്ന് അപ്പുറം വരെ പോട്ടെ. ഇലക്ട്രിക്കൽ വർക്കിന് എന്തോ ഒരു ചെറിയ ഇതുണ്ട്, അതൊന്ന് നോക്കണം. പരിപാടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവരെല്ലാം ഫിനോക്സിലിൻ്റെ വയറുകാരാട്ടോ. ഇതുണ്ടോ ഫിനോലെക്സ് വയറിങ്ങാർ ഇപ്പോൾ എല്ലാവരും രൂപപ്പെട്ട എല്ലാം ഫിനോലെക്സ് ഉപയോഗിക്കുന്നത്. നോക്കണടാ പൊട്ടാതെ. പൊട്ടിയാൽ പിന്നെ പോയി, അത് കിട്ടത്ത് പോലും ഇല്ല. ഏതാ ഇതേ കവോർഡ് വയറിംഗ് ബോക്സ് ഭയങ്കര വിഷയമാണ്. അതായത് ഫീസ് ബോക്സ് എവിടെ കിട്ടും? ആച്ച് മിലേഗ നോക്കണം. ആച്ച് മിലേഗ പക്ക പൂര റെഡി കരേഗ ജായേഗ. ഇതാ പോലും സംഭവം. ഇത് ഈ സാധനമാണ് പ്രശ്നക്കാരൻ. ഇത് മൊത്തം ഷോർട്ടോ ലൂസോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. ഇത് വെള്ളം കയറിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രശ്നം മനസ്സിലായോ? ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. എത്ര ഫീസാണ് ടോട്ടല്? 12 ഫീസ്. മറ്റേ സാധാ കുത്തുന്നാണേലും പറ്റൂല്ലോ. അതായാലും മതി, ഏതായാലും മതി. ആ ട്രാവലറിൻ്റെ പറ്റൂല ചേട്ടാ. അങ്ങനെയാണെങ്കിൽ ട്രാവലിൻ്റെ ആണെങ്കിൽ വിളിച്ചു ചോദിക്കേ. 12 പീസിൻ്റെ ട്രാവലിൻ്റെ പറ്റും. നീ പുള്ളിക്കാരനെ വിളിച്ചു ചോദിച്ചേ. വിളിക്കാം. ട്രാവലിൻ്റെ എടുക്കാൻ പറ. സാധനം കിട്ടി. അതിനാ ചവിട്ടിക്കേ അതൊന്നും കൂടെ സൺസെറ്റായി. അല്ല നിങ്ങൾ പിന്നെ എന്നെ ഉദ്ദേശിച്ചേ? അന്ന് ആ ഉദ്ദേശം ഒന്ന് പിടിച്ചേ. ഇത് കുഴപ്പമൊന്നുമില്ല. ചവിട്ടിക്കേട്ടാ ഫ്രണ്ടിൽ തന്നെ സൗണ്ട്. ഫ്രണ്ടിൽ BP വെച്ചേക്കുന്നുണ്ടോ? ചവിട്ടി വിട്ടാ അവിടെ സൗണ്ടായി. ഇതേ ഞാനിപ്പോ ഒരു പുള്ളിക്കാരനെ വിളിച്ചു വെച്ചു. ആ പുള്ളിക്കാരൻ പറഞ്ഞില്ല, ഫോൺ കട്ടാക്കി. അല്ല ചേട്ടാ, ഇതൊക്കെ അറിവല്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലേ? ഞാൻ തൃശ്ശൂരാ വിളിച്ചു വെച്ചാൽ പുള്ളി അന്ന് കൂടെ കട്ടാക്കി ഫോണ്. നമ്മൾ ചെയ്തെടുത്തു. എന്ന് നമുക്ക് വാശിയായില്ല അവസാനം ഇത് ചെയ്യണമെന്നുള്ള. കഴിഞ്ഞു ചേട്ടാ, ഒന്നുകൂടി ചവിട്ടിക്കേ. സാധനമായി. അനുചേട്ടാ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. അനുചേട്ടാ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വീഡിയോ ഒന്ന് പറഞ്ഞു കൊടുക്കും. ചേട്ടാ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ചേട്ടാ ഇത് എല്ലാവർക്കും ഇത് അറിയേണ്ട കാര്യമില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കേട്ടാ. സിമ്പിൾ അല്ലേ? എല്ലാ പൈപ്പും ഹെവി ലോഡാക്കുക. അതായത് സാധാരണ 10 mm പൈപ്പ് നമ്മളിത്ര 14 ആക്കി. 14 mm പൈപ്പാക്കി. അതായത് എയർ പ്രഷർ കൈയായിട്ട് കൂട്ടി എന്നിട്ട് അതുമേന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതുമ്പോൾ എഴുതിയുണ്ട് RT വരുമ്പോൾ എഴുതിയുണ്ട്, റിസർവ് എഴുതിയുണ്ട്. എല്ലാം ഈ വണ്ടി ഉണ്ടായി, പക്ഷെ എല്ലാം ചെറുതായിരുന്നു. നമ്മളതെല്ലാം ലൈനൊക്കെ വലുതാക്കി. ഒന്ന് വെറുതെ ചവിട്ടിക്കട്ടെ. ഇപ്പം ചവിട്ടിക്കേ. സാധനമായി. സാധനം സെറ്റായി. ഒന്നും കൂടെ ടൂൺ ചെയ്യാൻ പറ്റാ? ചെറിയ ടൂണിങ്. നിങ്ങൾ ചോറിന്റെ ഒരുമയ്ക്കും സെറ്റായി. അന്ന് ഞങ്ങൾ ഇവിടുന്ന് മാറി. ചേട്ടാ ഞാൻ ഒരാൾ ഫോൺ വിളിച്ചാൽ പുള്ളിക്കാരൻ കട്ടാക്കി ചേട്ടാ. അതെന്തോ ലൈറ്റിൽ കൊണ്ടുപോയിട്ട് പ്രത്യേക കർമ്മം ചെയ്യണം. സാധാരണ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലേ വേണ്ടേ? ഇത് നമ്മള് ചില സമയത്ത് ശരിയാവില്ല. അപ്പൊ നമ്മൾ പിന്നെ എന്നിട്ട് ഇങ്ങനെ ഇരുന്നിരുന്ന സമയം പോകുള്ളൂ. കുറച്ച് റെസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് പതുക്കെ നിന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ ഇത് നോക്കണേ, ഫീസ് ബോക്സ്. വേറെ ഒന്നും മറക്കില്ല കേട്ടോ. അത് മറക്കില്ല കേട്ടോ. ഇല്ല പൊളിയെന്നാലും പോയി എടുക്കാം. ചേട്ടാ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതെ ഫ്രീ ആണ് ചേട്ടാ. മറ്റേ ഒന്നും മറക്കല്ലേ. നീ എയർ ഫുള്ളാക്കി ഇട്. എന്റെ എയറിലേക്ക് ഒന്നുകൂടി നോക്കാണല്ലോ ചേട്ടാ. നമ്മൾ അവനെ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? നമ്മൾ സെക്കൻഡ് സാധനം എടുക്കുന്ന അവിടെ നോക്കണ്ട. പണ്ട് നമ്മൾ വണ്ടി മറ്റേ JCB എടുത്തോലെ എടുക്കേണ്ടി വരുമോ ചോദിക്കാം. നിങ്ങളുടെ ഫീസ് ബോക്സ് ഞങ്ങൾ എടുത്തോട്ടെ, നാളെ നിങ്ങൾക്ക് പുതിയത് വെച്ച് തരാം. കഴിച്ചിട്ട് വരാം. എന്നിട്ട് ക്യാബിൽ മറിച്ചിട്ട് നോക്കിയിട്ട് പോവാം. അല്ലെ നോക്കിയിട്ട് പോ. അപ്പത്തേക്ക് ഒരു മിനിറ്റ് നോക്കിട്ടോ. എന്താ അണ്ണാ നിങ്ങൾ അങ്ങനെ പറയല്ല അണ്ണാ. പോലെ അത് നോക്കിട്ട് പോണേ. പോലെ തമാശ കുഴപ്പമൊന്നുമില്ല. അവിടെ ചെല്ലാൻ അതില്ല ഇതില്ലാന്ന് പറഞ്ഞാൽ അപ്പോൾ പെടുവേ. മനോണ്ണ
മനോനെ പോവല്ലേ ഗൈസ്, അതായത് നമ്മൾ നേരെ കാലടിക്ക് പോവാണ്. നമ്മുടെ വയറിംഗ് കിറ്റിൻ്റെ ഫീസ് ഫോക്സ് ക്യാരിയർ കംപ്ലൈൻ്റ് ആണ്. അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ അതെടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. ഇപ്പം നമ്മൾ ഇപ്പം കിട്ടിയാക്കുന്നത് അതവിടെ ആപ്പഴയുണ്ട്, വേറെ ഏതിനും മറ്റുള്ള ഇഷ്ടംപോലെ ഇടുന്നുള്ളൂ. ആണല്ലേ? നമ്മൾ മുറിച്ചും എടുത്താൽ മതി. അല്ല, വയറിംഗ് കിറ്റോട് കൂടി തരുവുള്ളൂ? അല്ലല്ല, ബോക്സ് മാത്രമായിട്ട് കിട്ടുമോ? ബോക്സും അതിന് ഫീസായിട്ട് മാത്രമായിട്ട്. അപ്പോൾ അതെടുക്കാൻ ഈ വയറായിട്ട് ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ഇപ്പോൾ ഉള്ളത് വിഷയമാണ്, പഴയ ടൈപ്പാണ്. അത് മാറ്റി പുതിയ മോഡലാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം. അതായത് ഈ ചില്ല് ടൈപ്പ് സാധനം അതിങ്ങനെ ഇങ്ങനെ ഒരു ക്ലിപ്പിൻ്റെ അത് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. ഇത് കണ്ടോ, ഇങ്ങനെ നിൽക്കും. അത് ശരിയാവില്ല. നമ്മൾ ഇപ്പോഴത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഹുക്കാണ്, ഇത് ഇങ്ങനെ നിൽക്കും. ഇപ്പൊ അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. വേറെ കാര്യമുണ്ട് ഇവനെ, അതായത് നമ്മുടെ ഫീസ് കെട്ടിക്കഴിഞ്ഞാൽ കൈ പൊള്ളിപ്പോവല്ലേ? ഇതാ റിസ്ക് ഇല്ലല്ലോ. ഇതാകുമ്പോൾ ഓൾറെഡി ആ ഒരു പ്ലാസ്റ്റിക് സാധനമൊക്കെ ഉള്ളത് റിസ്ക് ഒന്നുമില്ല. അപ്പോൾ കാലടി പോയിട്ട് നമുക്ക് ആ സാധനം എടുത്തിട്ട് നേരെ അനുജാൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ ഇന്ന് വണ്ടി എടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്ത് ഇന്ന് എടുക്കുന്നില്ല. നാളെ നമുക്ക് പണി ഇന്ന് തീരും. നാളെ നമുക്ക് കുറച്ച് പാർട്സും കൂടെ വരാനുണ്ട്. അത് വന്നിട്ട് അതും കൂടെ തീർന്നിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. പണി ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. നാളെ സ്പീഡോമീറ്റർ ഉണ്ടേ. ഇനി ഫൈനൽ സെറ്റപ്പ്, ഒരു എയർ ലീക്കും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ സ്പീഡോമീറ്റർ റെഡിയാക്കണം. നമുക്ക് തൽക്കാലം അത് തീർക്കാനുള്ള പരിപാടി നമ്മൾ അതും ചെയ്തു. സ്പീഡോമീറ്റർ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ വരാണ്ട് നാളെ, വൈപ്പർ മോട്ടർ വരാണ്ട് നാളെ. അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് പിന്നെ നമുക്ക് നേരെ വണ്ടി എടുത്ത് പോകാമെന്നാണ്. അത്രേ ഉള്ളൂ. ഇപ്പം നാളെ രാവിലെ എണീറ്റ് ആപ്പിളിൽ പോയിട്ട് സർവീസിന് കൊടുത്തിട്ട് വരാം. അല്ലെങ്കിൽ പിന്നെ ഫോണ് രാവിലെ പരിപാടി. അല്ല, നീ ഇന്ന് രാത്രി കോപ്പി വേണമല്ലോ, കോപ്പി വെക്കുക. നാളെ ഇങ്ങോട്ട് വരുമ്പോൾ ആപ്പിളിൻ്റെ അത് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് പോകുന്ന സാധനം മേടിച്ചിട്ട് പോവുക. അത് തന്നെ അല്ല, അവിടെ നിൽക്കണ്ട. അല്ല, രാവിലെ 8 മണിയാകുമ്പോൾ അവിടെ നേരിട്ട് വരണം. 10 മണിക്കാണ് തുറക്കുള്ളൂ. അപ്പോൾ അത് കൊടുത്തിട്ട് വരാം. കൊടുത്തിട്ട് വരുന്നല്ലേ അല്ലേ? ഫൈനലി ഞങ്ങൾ വന്ന് എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടാ. ഒരു വിമാനം ഇറങ്ങുന്ന പോലെ ഇല്ല, വിമാനം നേരെ മുന്നോട്ട് നോക്ക്. എവിടെയാണ്? അവിടെ ഒരു വെള്ളം കണ്ടില്ലേ? വെള്ളപ്പം കൊണ്ട് ഓരോ വരുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. ആണോ? പണ്ടൊക്കെ ട്രെയിന് പോകാൻ നേരത്ത് എത്തി വലിഞ്ഞു നോക്കുമായിരുന്നു. ഞാൻ പണ്ടൊക്കെ ഒരു ആവേശമായിരുന്നു. ഒരു വാല് കാണാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട്. അതെ, അതവനെ ഇറങ്ങുന്നു. അതാ വൈറ്റ്. എവിടെയാണാ? ആ നേരെ പരസ്യത്തിന്റെ ആ സൈഡിലോട്ട് നോക്ക്. ഞാൻ കാണുന്നില്ല കേട്ടോ, നീ മാത്രം. പണ്ടൊക്കെ ഫ്ലൈറ്റ് ഒക്കെ അതായത് ഞങ്ങളൊക്കെ പണ്ട് ഈ ഫ്ലൈറ്റ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കര സ്വപ്നമല്ലേ. ഇത് കുറച്ചങ്ങ് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലേ ഇതിൻ്റെ അകത്ത് കലി. യൂറോപ്പിൽ നിന്നൊക്കെ വരുമ്പോൾ എനിക്ക് പിന്നെ പ്രാന്തായിട്ടോ. കാരണം ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, തലേദിവസം ഉറങ്ങാതിരുന്നിട്ട് ഉറക്കിളച്ച് തലവേദനയൊക്കെ ആക്കി ഒരു വിധത്തിൽ എയർപോർട്ടിൽ വന്നിട്ട് ഉറക്കക്ഷീണത്തോടു കൂടി ഫ്ലൈറ്റിൽ കയറാം. അങ്ങ് ഉറങ്ങിപ്പോവും. അപ്പോൾ ഒന്നും അറിയണ്ട. അല്ല, ഫ്ലൈറ്റ് കയറിയിട്ട് ഒന്നും പക്ഷേ ഞാൻ കയറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലൈറ്റ് ഇൻഡിഗോ. യാതൊരു കുഴപ്പമില്ല അവരും കൊണ്ട്. നമ്മൾ എവിടെ വേണം പോയിരിക്കാം, എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല അവർക്ക്. ഗൈസ്, ഞങ്ങൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് പോകാണ്ട്. ഇതിലാവുമ്പോൾ ഞങ്ങൾക്ക് എളുപ്പത്തിൽ പോവാം കേട്ടോ. ഫൈനലി വണ്ടി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടു. ചേട്ടൻ ഷോപ്പ് ഇവിടെ സാധനം കിട്ടും. സാധനമുണ്ട്. ചേട്ടൻ ഷോപ്പ് തുറക്കോട്ടെ. പുള്ളി പോയതായിരുന്നു. സാധനം കിട്ടുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. എല്ലാം നമ്മൾ പെടും. ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇതിനുവേണ്ടി നിൽക്കേണ്ടി വരും കേട്ടോ. ഇനി സാധനം തുറന്ന് നമുക്ക് ആപ്പ മറ്റേ ഓട്ടോ ഇല്ലേ, ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടിക്ക് ആപ്പ ഓട്ടോ നമുക്ക് വേണ്ട. അതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. പൈപ്പ് മോട്ടർ നോക്കാം. മാറ്റ് ഒരുപാട് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇതായിരുന്നു നമുക്ക് ഇടേണ്ട ശരിക്കുള്ള മാറ്റ്. ഇതുണ്ടായിരുന്നു നല്ല കട്ടിക്കണം. 14 പൈപ്പ് മോട്ടർ കൂടെ ചോദിക്കണേ. അതിൻ്റെ ഫോട്ടോ ആൻഡ്ജാൻ്റെ എടുത്തോളെ. ഇത് വലിയ കുഴപ്പമില്ല. നല്ല ഗേജ് ഉണ്ട് വയറിന്. അത് തരാം. പിന്നെ ഫ്യൂസ് എത്ര, ഏത് 10-ൻ്റെ 20-ൻ്റെ ഏതൊക്കെ വേണ്ടതെന്ന് പറയാം. എത്രണ്ണം വേണമെന്ന്? 10-ഉം 15-ഉം മാത്രം മതി. എത്ര വെച്ച് വേണം? പിന്നെ വേറെ 12 വേറെ ഉള്ള ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. 12 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതെടുക്കാം. മൊത്തം 17. എത്ര? അതായത് നമ്മുടെ ഇലക്ട്രീഷ്യൻ ചേട്ടൻ നമ്മുടെ സംഭവങ്ങൾ, അതായത് ഫീസ് ചേട്ടനോ നമ്മളൊക്കെ ഒരേ ആൾക്കാര് ഇലക്ട്രീഷ്യൻ ഇതാ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അത് മൊത്തം പോയതല്ലേ? കൊള്ളുമല്ലോ. കാണിച്ചിട്ട് കാര്യമില്ല. ആണോ? അങ്ങനെ മനസ്സിലായി. അയ്യോ, അത് ഇടിക്കാൻ നീ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, തന്നില്ല. ഒന്ന് നോക്കാവോ?
എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും തിരിക്കാൻ നേരത്ത്? തിരിക്കാൻ വേണ്ടി ചിലപ്പം അകത്ത് കയറി വരും, ചിലപ്പം വരത്തില്ല. 2 കൊട്ട കൊടുത്താലേ എടുത്തുള്ളൂ. എന്താ നോക്കട്ടെ, ഇപ്പൊ ചാട്ട് നോക്കാൻ പറ്റുമെന്ന്. അങ്ങനെ പ്രശ്നമുണ്ട് കേട്ടോ. അതായത് അണ്ണാ ഒന്ന് ഇറങ്ങിക്കാൻ. നിങ്ങൾ ചാറ്റിങ്ങിന് വന്നാണോ അതോ പണിക്ക് വന്നാണോ? അതുകൊണ്ട് ചാറ്റിങ് ഇനി ശരി. കൊള്ളാം, പരിപാടി കൊള്ളാം ഗൈസ്. അതായത് ചേട്ടാ നിങ്ങൾക്ക് വരെ ചാറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലേ? എൻ്റെ അമ്മേ, ഇത് ഓഫ് ഓണ് വർക്കായോ? ഇങ്ങനെ എടാ ഇതിപ്പോ ശരിയായല്ലോ. ശരിയാണല്ലോ. എങ്ങനെ ഇടയ്ക്ക് പോവും? അതെന്താ കാര്യം? ഈ സ്വിച്ച് പുതിയത് വാങ്ങാൻ കിട്ടുമോ? ഇല്ല. ഒന്ന് പരമാവധി ഒന്ന് നോക്കാൻ പറ്റുമോ? നമ്മളെ തോപ്പിക്കാൻ എൻജിൻ ബ്രേക്ക് കിട്ടുന്നില്ല, അതൊന്ന് ജസ്റ്റ് നോക്കുമോ? സ്വിച്ചിന് എൻജിൻ ബ്രേക്ക് ഉള്ള വണ്ടി, അതിന് എൻജിൻ ബ്രേക്ക് ഉണ്ട് താഴെ. BS3 അല്ല, ഇത് 1 BS1. ഇത് നോക്കണ്ട, മറ്റേ ഇതല്ല ആർമി വണ്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ ഫ്യൂവലിൻ്റെ ഇത് കണ്ടോടാ, ഒരു ടാങ്കിൽ നിന്ന് മറ്റേ ടാങ്കിലേക്ക് വിടുന്നത്, അത് ജസ്റ്റ് ഒന്ന് നോക്കുമോ? പിന്നെ അതുപോലെ ഫ്യൂവലിന് മറ്റേ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഈ മോട്ടറുണ്ട്, പക്ഷേ അതിൻ്റെ പൈപ്പില്ല. എന്തിനാ വാങ്ങാത്തോലി? അതൊക്കെ നിന്നു. ഇത് മോട്ടറിൻ്റെ വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ, പൈപ്പർ മോട്ടർ. കണക്ഷൻ കിട്ടുന്നില്ല, അത് നോക്കുമോ? അതിനകത്തുണ്ട്. പറഞ്ഞ് മാറിപ്പോലെടാ, വെള്ളം ചീറ്റിക്കുന്നേടാ, ഗ്ലാസ്സിലോട്ട് വെള്ളം ചീറ്റിക്കുന്നു. മോട്ടർ വർക്കാ. ഇല്ലല്ലോ, അതാ പറഞ്ഞ ഭയങ്കര സിമ്പിളാന്നേ, പണിയെടുക്കാൻ ഭയങ്കര സുഖമാണ്. സെൻസറും ഇല്ല, ഒന്നുമില്ല. പുള്ളിക്കാരനോട് ഇതേ ഡയലോഗ് പറഞ്ഞു. ആ പുള്ളിക്കാരൻ പറഞ്ഞ് തിരക്കാൻ, ഞാൻ പറഞ്ഞു സെൻസർ ഒന്നുമില്ല. പിന്നെ പുള്ളിക്കാരൻ സെൻസർ സാധനം ഇല്ലല്ലോ, റിസ്ക് ഇല്ലല്ലോ. റിസ്ക് ഇല്ല, അങ്ങനെ ഗ്യാപ്പ് ഇല്ലായ്മ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല വണ്ടിക്ക്. ഇത് ഹീറ്റിംഗ് പൈപ്പാ. ഹീറ്റിംഗ് അങ്ങനല്ലടാ, ഈ ഗ്ലാസ് ഫോഗ് പിടിക്കുമ്പോൾ ഹീറ്റ് ചെയ്യാനുള്ള പരിപാടി ഇത്. ചേട്ടാ കമ്പനി ആയതുകൊണ്ട് ഫുള്ള് കമ്പനി ഇപ്പോൾ ഇഷ്ടം പോലെ വരുന്നില്ല ഇതേപോലെ എലി കടിച്ചൊക്കെ ഇല്ലേ? ഇവര് പിന്നെ കമ്പനി ആയതുകൊണ്ട് പരിപാടി വരുന്നത്. ടാറ്റയുടെ ഇപ്പം ഭയങ്കര കോംപ്ലിക്കേഷൻ അല്ലേ, മൊത്തം മോഡേൺ ആയി പോയില്ലേ. അതിൻ്റെ അത് ഞാൻ കണ്ടു ഞാൻ കണ്ട വണ്ടി വലിയ കുഴപ്പമില്ല. ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇതൊന്ന് എങ്ങനെ ഒന്ന് റെഡിയാക്കി തരുമോ? എല്ലാം ഒന്ന് വർക്കാവുന്ന രീതിയിൽ. ഇവിടെ എന്തെങ്കിലും പോകുന്ന വഴി ലൈനിൽ ടച്ച് ഉണ്ടോ എന്ന് നോക്കി. എർത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാം. എർത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതിന് എർത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് എൻ്റെ ബലമായ ഡൗട്ട്. അപ്പോൾ നമ്മൾ മാറുമല്ലോ. ഇപ്പൊ ഓഫിൽ അടക്കണം. ഓണാകുമ്പം ഈ നീല ലൈനല്ലേ, ഇവത്തേന്ന് ഔട്ട് ഇറങ്ങും. അടുത്തത് വരുമ്പോൾ ലോ ഇടുമ്പോൾ ഇവത്തേന്ന് ഔട്ട് വരണം. ഇവത്തേന്ന് ഔട്ട് വരത്തില്ല ഇടയ്ക്ക്. അവിടെ നിന്ന് W40 അടിച്ച് വെച്ചാലോ? W40 കിട്ടും കേട്ടോ, വേണോ? ഉണ്ട്, എടുത്ത് അടിച്ചോ, ഒന്നും നോക്കണ്ട. കാര്യമായിട്ട് അടിപൊളി സാധനം ഇതാ. അതെന്നാ W40 ലിക്വിഡ് ആയിട്ട് കിടക്കത്തില്ലേ? ഇതോ? ഇത് എപ്പോഴാണ് ബേണായി പോകും. റെസ്റ്റ് ക്ലാവും കാര്യങ്ങളൊക്കെ തീരുമാനമൊക്കെ തരൂലേ? ഇത് കളയല്ലേ കേട്ടോ. എനിക്ക് വലിയ കാര്യം അറിയാൻ പാടില്ല. ഞാൻ കണ്ണുമ്പോ തൊടാറില്ല. ഞാൻ ചിലപ്പോൾ കണ്ണുമ്പോ എനിക്ക് കണ്ടുപിടിക്കാം. എന്നാ പറ്റിയ എന്നാണ് ചേട്ടാ? എന്നാണ് ചേട്ടാ അങ്ങോട്ട് നിന്ന്? എന്നാണ് ചേട്ടാ? എന്നാ എൻ്റെ അടുത്ത് കണ്ടിട്ട് നോക്കി പഠിച്ചോളാൻ പറഞ്ഞോ? ആരാ? ആര്? ഞാൻ പഠിക്കുമോ? പിന്നെ അതും ചെയ്യേണ്ടി വരുമല്ലോ അല്ലാണ്ട് ചേട്ടാ. തടയിച്ചു കൊടുക്കാറില്ലോ. നീ കമ്പനി മാത്രം എടുക്കുന്നല്ല, പുറത്തും പോയി എടുക്കും. എന്നാ ചേട്ടാ? എൻ്റെ അടുത്ത് കണ്ടിട്ട് പഠിച്ചോളാം. കമ്പനി ഇറങ്ങിയോ? ടാറ്റ, നമുക്ക് ടാറ്റക്കാരെ വന്നു അവസാനം. കമ്പനി എത്ര കിട്ടൂടാ? കമ്പനി എത്ര കിട്ടും?
അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്നും ഊരി നോക്കത്തില്ലായിരുന്നു വെറുതെ അങ്ങനെയുണ്ട് പുതിയത് അല്ല അതെന്നെ സംബന്ധിച്ചാലൊന്ന് അറിയാൻ വേണ്ടി വന്നതിന് നീ കയറിയിട്ടുണ്ടോ ഇത് ഇവിടുന്നാ നേർ വലിക്കുന്നത് അവിടുന്ന് അഴുക്ക് പോകാൻ വേണ്ടിയുള്ള സാധനം. അപ്പൊ അതാണ് വലിക്കുന്നത് അവിടെ വലിക്കണേ. ഇതിനകത്ത് വരുന്ന കൂടുതൽ വരുന്ന വെള്ളം പൊടിയൊക്കെ തള്ളി. കുട്ടികളെ ഇത് സ്റ്റഡി ക്ലാസ്സിന് തയ്യാറായിക്കോ ആൻറ്റി ചേട്ടൻ പഠിപ്പിക്കാൻ പറഞ്ഞു പൊടി അനുചേട്ടൻ കാണിച്ചത് അനുചേട്ടൻ എനിക്ക് സമയമില്ല എനിക്ക് തിരക്കല്ല അതിന് ഈ സാധനം കണ്ട ഇതിന് കാണാമോ ഇതിപ്പോ കിടക്കുന്നത് തെറ്റോ അതിനാ ഈ ലിവർ ഈ കട്ട ഇതുണ്ട അയ്യോ ഇതിന്റെ ഇപ്പുറത്ത് വരണം. ഇത് അപ്പുറത്തോട്ട് ചാടിപ്പോയി. ഇതായത് നമ്മൾ താഴെ അപ്പുറത്ത് പോയി താത്ത നേരത്ത് പഠിച്ചിടണം കേട്ടാ. ഇനിയിപ്പോ പൊക്കുമ്പോ ഇനി ഒന്നും ചെയ്യണ്ട. ഈ ലിവർ വലിച്ചു കഴിഞ്ഞാൽ സാധനം പോകും. ഇനി ഇത് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത് പൊക്കണ കൂട്ടത്തിൽ ഇതിനെ വലിച്ചു പിടിച്ചു കൊടുക്കുക. ഈ ലോക്ക് ഇതിൽ പിടിച്ചിട്ട് വേണം പൊക്കാൻ. മനസ്സിലായി. ഇപ്പൊ എങ്ങനെയാ പൊക്കുന്നത്? ഇനിയിപ്പോ വേറെ ഒന്നുമില്ല. ഇത് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇനി പൊക്കാം. വേറെ ഒന്നുമില്ല. വേറെ ഇടിക്കാനും തട്ടാനും മുട്ടാനും ചുറ്റിയും കൊണ്ട് നടക്കണ്ട. ഇതേ വണ്ടി 2 മാസം ഇട്ടിട്ട് പോകുമ്പോ എല്ലാ സ്ഥലത്തും ഓയിലും ഗ്രീസും ഹബിങ് എല്ലാം ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാവില്ല. ഗിയർ ഓയിൽ അടിച്ചാൽ ഒന്ന് ഗ്രീസും കൂടെ നമുക്ക് അടിച്ചാൽ ഗ്രീസ് ചെയ്യാം. നാളെ ഒന്ന് ഗ്രീസും കൂടി ചെയ്യാം. ആൻറ്റി ചേട്ടൻ നല്ല ആൻറ്റി ചേട്ടൻ കണ്ടെയ്നറോടെ എവിടെയും ചെയ്താൽ മതി. പോകുന്ന വഴിക്ക് അടിക്കാം. കണ്ടെയ്നറോടില്ലേ ഇതന്നെയാണ് മേലെ എൻ്റെ സൺറൂഫ് പറഞ്ഞത് എന്തിനാ? ഇതാ സൺറൂഫ് പറഞ്ഞത് എൻ്റെ എന്തിനാണ് എൻ്റെ സൺറൂഫ് ഈ ചെറിയ ഇതിൻ്റെ അകത്തോ? ഞാൻ ഇതിൻ്റെ അകത്താ കിടന്നുറങ്ങി. അതിനെ ഓഫാക്കിയാ സ്റ്റാർട്ടാക്കിയാട്ടെ. എത്ര പേര് കയറുന്നുണ്ടെന്ന് നോക്കാമല്ലോ നമുക്ക്. എന്നിട്ട് എത്ര പേര് നിൽക്കുന്നുണ്ടെന്ന് നോക്കാമല്ലോ. ലോക്കാക്കി കേട്ടോ കയറ്റിയിട്ട് ഔട്ടടിച്ച് നിർത്തടാ. സോറി സാർ, അറ്റൻഷൻ പ്ലീസ്, ക്ലാസ് റിവേഴ്സ് റിപ്പോർട്ട്. അതെന്റെയാ അതെ. അത് ഞാൻ എല്ലാവരും ഞാൻ അതിന് അടിക്കാൻ വേണ്ടി മേടിച്ചത്. ആ അതിനാ ഇല്ല വ്യത്യാസമുണ്ട് അല്ലേ? നിങ്ങളുടെ ശിക്ഷ സൂപ്പറാട്ടോ. ഇല്ല ചേട്ടാ ആവൂല. ഞാനതൊക്കെ കുറെ ഇത് ചെയ്തു. അത് ഓക്കെ ആയി കാണും. പക്ഷെ അത് താഴോട്ട് നിന്നിട്ടുണ്ടാവൂല. അത് താഴോട്ട് ചെല്ലൂല. ഞാൻ കുറേ നോക്കിയതാ. നിനക്ക് അഭിപ്രായം ഇല്ലാത്ത എന്തൊരു കാര്യം പറഞ്ഞുതരാമോ? നിനക്ക് അഭിപ്രായം ഇല്ലാത്ത ഒരു കാര്യം നിനക്ക് എന്തിനും ഇല്ലാത്തതുണ്ടോ? ഇനിയിപ്പോ ഇത് കഴിയുമ്പോൾ വേറെ നോക്കണ്ട. വേറെ വലിച്ചിരിച്ച പോകും. കാരണം ആ ലോക്ക് അവിടെ കിടക്കുന്നുണ്ട്. അപ്പുറത്ത് ഫീസ് ബോക്സ് മാറ്റി കേട്ടോ. അഞ്ച് ചേട്ടാ നമ്മളത് നോക്കിയിട്ട് നമ്മൾ 2 സാധനം മേടിച്ചത് നന്നായി. അതെ അത് അതിലും വലിയ ഇതാവും. ഇത് നമ്മുടെ സബ്സ്ക്രൈബ് ആയിട്ട് പേരെന്നാടാ? ശബരി. അല്ല വീഡിയോ കാണുന്ന ആളാണ്. വീട് എവിടെയാടാ? കോമ്പാറ എവിടെയാണ് അവൻ്റെ വീട്. അപ്പോൾ ഞാൻ ഇപ്പുറം വരെ പോയിട്ട് വരാട്ടേടാ. അതായത് നമ്മുടെ വണ്ടിയുടെ ഇലക്ട്രിക്കൽ പരിപാടി, അതായത് ഇതിൻ്റെ ടാങ്ക് ചേഞ്ചിങ് ഉണ്ട്. അതിൻ്റെ സ്വിച്ച് 4x4, പിന്നെ ഇത് എൻജിൻ ബ്രേക്ക്, അങ്ങനെ കുറേ സ്വിച്ചുകളുണ്ട്. അതിൻ്റെ ഒക്കെ കണക്ഷനുകൾ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഇതെല്ലാം സാധനമുണ്ട്. ഇതാ ഓരോന്ന്. എടാ നീ ഒന്ന് ഇറങ്ങി വരുവാണെങ്കിൽ ഞാനൊന്ന് കയറിപ്പോയാൽ എനിക്കൊന്ന് കാണാമായിരുന്നു എന്താ ചെയ്യുന്നതെന്ന്. അയ്യോ ഗൈസ്, ഫീസ് ബോക്സിൽ നിന്ന് മൊത്തം അത് കാണിച്ചേടാ. എന്നാലോ അത് നന്നാക്കാവോ? ആമ്പോ കാട്ട വരാതെ നോക്കിയേ. എൻ്റെ ദൈവം, ഇത് എന്നാടാ? പണ്ടത്തെ കാലത്ത് നമ്മുടെ KCB ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ സാധനം. സത്യം നോക്കിയേ. അപ്പം പറഞ്ഞ് ശരിയാട്ടോ, ഇത് ഫുള്ള് ലൂസാ. അതാ ഇതെങ്ങനെ ചൊവ്വാവാനാ? അടി ഇതിങ്ങനെ ഓട്ടത്തിൽ കിടന്ന് ആടുമല്ലേടാ? ആടുമ്പം ലൂസ് കണ്ടീഷൻ ആവും. അപ്പോൾ ഓഫ് റോഡ് ചെയ്തപ്പോൾ അതാ സംഭവിച്ചത്. ഇതിങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കണം കണ്ടോ, ഇതേപോലെ. അങ്ങനെ നിൽക്കുന്ന ഓട്ടം പോലും ഇല്ല. പുള്ളിക്കാരൻ വന്നത് ഭാഗ്യം. അതെ ചെയ്തു. അല്ല നമ്മളെ നേരത്തെ അറിയാവുന്ന കേട്ടോ. അല്ല ഞങ്ങൾ തമ്മിൽ നേരത്തെ ഒരു ചെറിയ ബന്ധമുണ്ട് വേറൊരു സ്ഥലത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ അറിയാവുന്നതുകൊണ്ട് അവൻ വന്നു. പക്ഷെ ഇവൻ പറഞ്ഞോട്ടെ ഇതിന് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെന്ന് വണ്ടിക്ക്. അല്ലേടാ? സിമ്പിൾ അല്ലേടാ? ആദ്യമായിട്ട് ഒരാൾ എൻ്റെ വണ്ടി നോക്കി അങ്ങനെ പറയുന്നത് തന്നെ. ഇതിനകത്ത് റിസ്ക്കും അത്ര വയറൊന്നും ഇല്ലല്ലോ. ഇലക്ട്രിക്കൽ വളരെ കുറവല്ലേ? ഭയങ്കര ഇലക്ട്രിക്കൽ കുറവ്. ചേട്ടാ നിങ്ങൾ പൈസ പോലും മേടിക്കില്ല എൻ്റെ അടുത്തുനിന്ന്. കാരണം എന്നറിയാവോ? ആദ്യമായിട്ട് ഒരു സ്റ്റാലിൽ നിങ്ങൾക്ക് പണിയാൻ ഞാൻ തന്നു. നീയല്ല അപ്പുറത്തെ പുള്ളി. അറിയാം പുള്ളിനെ സംസാരിക്കട്ടെ. കൂലി കൂടില്ല പോട്ടെ. ഇതാണ് നമ്മുടെ ഫീസ് ബോക്സ്. നോക്കിയേ അവിടെ ഇത് ഫുള്ള് ലൈൻ കെട്ടിയാക്കോ. നീ 1x കാണിച്ചു കൊടുത്തേ. എടാ അന്നാടെ ഇത് കംപ്ലൈന്റ് ആയ ഇത് നോക്കടാ, എല്ലാം കെട്ടിയിട്ടേക്കൂ. ഇതാ ഒറ്റ ഫീസ് ഇല്ല. കളർ കോഡ് അല്ല അപ്പം ബാക്കിയോ? ഇതിനകത്ത് ഇത് ഫുൾ ഉണ്ടായിരുന്നല്ലോ. ബാക്കി ഓഹോ മനസ്സിലായി.
മനസ്സിലായി. ഇവരെന്നെ ഇത്ര അധികം സിമ്പിൾ ചെയ്യുന്നതെന്ന് എന്റെ കൂടുതൽ വന്ന് നന്നായില്ല, ഇപ്പൊ നശിപ്പിച്ചാണ് ഞാൻ എല്ലാം കൂടെ. ഇവരെന്നെ ഇത്ര സിമ്പിൾ ചെയ്യുന്നതെന്ന് അറിയാം. ഇവർ ടാറ്റയിൽ ഈ പരിപാടി ഡെയിലി ചെയ്യുന്ന ഈ പരിപാടി മാത്രം. അങ്ങനെ ഇവർ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇന്നിപ്പം പിന്നെ ഇവർക്ക് ലീവായതുകൊണ്ട് വന്ന കേട്ടോ, അല്ലാതെ വരത്തില്ലായിരുന്നു. പിന്നെ നമ്മളുടെ ഭാഗ്യം, നമ്മുടെ സ്നേഹം കൊണ്ടും. അതെ, നമ്മുടെ പേര് അറിഞ്ഞ പാടെ. അതെ, അവൻ ഓടി വന്നു, അല്ലാതെ നമ്മൾ പെട്ടുപോകാനാ കേട്ടോ. ചേട്ടാ പൈപ്പുകളൊക്കെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നത്. ഇത് ഇവിടെ ഞാൻ നമ്മൾ സ്ക്രാപ്പ് എടുത്തില്ലേ, ഈ ചുറ്റുകുട്ടിയിൽ ഒരായിരം വരുമ്പോൾ എന്തെങ്കിലും ഇട്ട് ജോയിന്റ് അടിച്ച് കൊടുക്കും. പൈസ കൊടുക്കലാണ്ട് അങ്ങനെയൊക്കെ വരുമല്ലോ. നമ്മളെ പോലെ ഇതെല്ലാം എടുത്ത് കൊള്ളൂല. തല്ലുള്ളൂ. ശരിയാട്ടാ ചേട്ടാ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ഏകദേശം അവശനായി. വേറെ എന്തെങ്കിലും മരുന്ന് കളിക്കൊണ്ട് വരും. ഞാനിപ്പം അനുചേട്ടൻ പറഞ്ഞു തന്നായില്ലേ, ഇത് നോക്ക്, ഇട്ട പൈപ്പിന്റെ അറ്റം നോക്ക് നിങ്ങൾ. ഇതൊക്കെ ഇട്ടാ നമ്മൾ അവിടെ ഇത് മാറ്റാൻ വേണ്ടി ഇത് ഇങ്ങനത്തെ ഒരു പൈപ്പ് ഞാൻ ഏതെങ്കിലും ഒരുത്തിന് ഇട്ട് കൊടുത്തിട്ട് അവനോട് 500 കിലോമീറ്റർ ഓടിക്കുമ്പോൾ അവൻ മേലോട്ട് നോക്കും. ഇങ്ങനത്തെ സാധനം ഇട്ടാ ഞങ്ങൾ ഈ 3000 കിലോമീറ്റർ ഓടിച്ചത്. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല, ഞങ്ങൾ പരിതാപകരമായിരുന്നു. അന്നാ ഞാൻ ആൻഡ്രു ചേട്ടനോട് പറഞ്ഞു, ആൻഡ്രു ചേട്ടാ നമുക്ക് എല്ലാം ചെയ്യണം കേട്ടോ, എല്ലാം. ഇത് ഞാൻ മാറ്റാൻ പറഞ്ഞു. അപ്പൂപ്പന്മാരുടെ പല്ല് പോലെ നോക്കിയേ, നോക്കിയേ പൊങ്ങുന്നില്ല. നമ്മുടെ ചേട്ടാ നമ്മുടെ ഭാഗ്യോടെ വണ്ടി ഓടി എത്തിയത്. ആൻഡ്രു ചേട്ടാ മാറ്റി ചേട്ടാ അടിയിലെ പൈപ്പ് ആണല്ലേ, ഭാഗ്യം. റേഡിയേറ്ററിന്റെ അടിയിലൊരു പൈപ്പ് ഉണ്ട്. ആ അതുവരെ ഇല്ലാത്തോണ്ടല്ലേ. സിമ്പിളാ. അല്ല അത് ആൻഡ്രു ചേട്ടാ ഈ പൈപ്പ് മാറിയിട്ടില്ല. മാറിയോ? ഈ താഴത്തെ റേഡിയേറ്ററിലേക്ക് വന്ന പൈപ്പ് ആണോ? അനക്കില്ലാത്താണ് ഊരണ്ട. ഇത് വേറെ ലൈറ്റിന് കണക്ഷൻ കൊടുത്തോടോ. അവനെ ട്യൂൺ ചെയ്യാതെ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്ക്. ആരോ കൊടുത്ത് ആണോ? എന്തോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വന്നപ്പോ എന്താ പറഞ്ഞായിരുന്നല്ലോ. അല്ല ചേട്ടാ 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 അത് ചെയ്തുവോ? മറ്റേ ചെയ്തു തരുമോ? മറ്റേ ബമ്പർ ഫിറ്റ് ചെയ്ത് മറ്റേ ലൈറ്റ് ബമ്പർ ഫിറ്റ് ചെയ്തോ? ഓ എന്തായാലും ഇങ്ങോട്ട് വേടാ, ബമ്പറൊക്കെ സെറ്റ് ആടാ. ബമ്പർ സെറ്റ് കയറ്റി കേട്ടോ നിങ്ങൾ ചവിട്ടി വിട്ടേ. ആ അതെ, അപ്പുറത്തെ ലൈറ്റും കൊണ്ടൊന്ന് കയറ്റണേ, അല്ല വൃത്തിയുടെ ഇപ്പോ. ആ ഈ കൺസെല്ലാം ഊരി കിടക്കും അല്ലേ? ചവിട്ടി വിട്ടേ. ആ ഓക്കെ ആയില്ലേ? ബേക്ക് നോക്കിയേ. എമർജൻസി സിറ്റുവേഷൻ. എന്താണെങ്കിലും ബ്രേക്ക് ഔട്ടിട്ടാ ഇവർക്ക് പണ്ടൊന്നും മീൻ കച്ചവടം ഉണ്ടായിരുന്നപ്പോ ഉണ്ടെങ്കിൽ സുഖായന്നെ. 7 ലക്ഷം മുടക്കി ആര് മേടിച്ചത് മീൻ കച്ചവടം ചെയ്യും? ഇവൻ അതിലും വലിയവൻ. ആ വിസില പിടിപ്പിച്ചാക്കുന്നു. വണ്ടി പിസില പിടിപ്പിച്ചാക്കുന്ന ഫ്രണ്ടില്. ഞങ്ങള് അമേരിക്കൻ ടെക്നോളജി നോക്കി, ഞങ്ങളൊരു കൂട്ടുകാരനെ വെച്ച്. അപ്പൊ അതിൻ്റെ അകത്ത് എഴുതിയാക്കുന്ന അങ്ങനെയാ. ഒന്നും നല്ല എന്റെ വിസിലെടുത്ത് ഊതിയാ എന്റെ കിടുങ്ങാമണി ഞാൻ ഊരി എടുക്കും. ഞാൻ പറഞ്ഞില്ലാന്ന്. ഗൈസ് അതായത് ആനച്ചേട്ടൻ കയറി, ആനച്ചേട്ടൻ ഓരോ നോക്കും. ആനച്ചേട്ടാ അതിന്റെ ബേക്ക് മൊത്തം വണ്ടിയിലുണ്ട് രണ്ടുപേർ. ആ ഫീസ് ബോക്സിന്റെ എടുത്തു നോക്കി. ഇവനെ എനിക്ക് നേരത്തെ അറിയാന്നാ. ഞങ്ങൾ തമ്മിൽ ഇവന് ഞാൻ ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവന് ഞാനായിട്ട് അഗാധമായ ബന്ധങ്ങളുണ്ടായിരുന്ന. ആ നമ്മളൊരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. അത് ഇവനറിയാം, എനിക്കൊരു ഓർമ്മയില്ല. ലിവിനറിയാം കേട്ടോ. എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെയോ കത്തി എന്താന്നുള്ളത് മാത്രം എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും ഞങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു അവൻ പറയുന്നത്. ആ ബന്ധമല്ല കേട്ടോ, നല്ല ബന്ധം. നീ അവിടെ എന്തിനു പോയതാടാ? A1 സാധനം എടുക്കാൻ പോയതാ? എടാ എന്നാ എനിക്ക് വന്ന് നിന്റെ ഹെയർ സ്റ്റൈൽ അന്ന് ഇങ്ങനെയല്ല. നിന്നെ എവിടെയൊക്കെ എനിക്ക് ചെറിയ പാവത്താനായിട്ട് ഇങ്ങനെ നടക്കും. ഇവനൊരു പാവത്താൻ. ഇവൻ ഇപ്പഴാ ഇച്ചിരി അല്ലേ നടക്കുമായിരുന്നു സൈഡിൽ കൂടെ. ഓരോ കാര്യങ്ങൾ ചെയ്ത് റെഡിയാക്കട്ടെ കേട്ടോ. നിനക്ക് വേണ്ടടാ ചായ? ഞാനങ്ങനെ കുടിക്കാറില്ല. പിന്നെ ചേച്ചി നല്ല കഷ്ടപ്പെട്ട് കുടിച്ചാ? പക്ഷെ നല്ല ടേസ്റ്റ്. ഇവിടെ നമ്മുടെ ഇലക്ട്രിക്കൽ പരിപാടി, അതായത് നമ്മുടെ ഈ കാണുന്ന ഫീസാണ്. അത് നമ്മുടെ ചെറുക്കൻ ഊരി മാറ്റി അഗ്നിയുടെയും പിന്നെ അതേപോലെ തന്നെ വേറെ ഈ 407ൻ്റെയും ഫീസിലേക്ക് മാറ്റി. ഒരെണ്ണം എന്ത് ചെയ്യടാ? അത് സെറ്റ്, അത് രണ്ടാം സെറ്റ് ചെയ്യാന്നാ? ഇതിന് ബാലൻസ് വന്ന് സെറ്റ് ചെയ്യാന്നാ? വെള്ളം കടയില്ലല്ലോ ഇവിടെ. അതായത് ഇതിന് ബാലൻസ് ചെയ്യുന്ന സാധനം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി കേട്ടോ.
എന്തായാലും ചെയ്ത് ഓരോന്നായിട്ട് ചെയ്ത് ആ വലിയ സാധനം ഇതുണ്ടോ success ആയില്ലേ? ഇത് എയർകോൺ ഇതൊക്കെ കറക്റ്റ് വർക്കിംഗ് ആണ്. ഇത് കണ്ടോടാ, ഇത് നീ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വർക്കാവും. പക്ഷെ പൈപ്പില്ല. അത് ചെറിയ പൈപ്പ് മേടിച്ചിട്ടാലോ? എഞ്ചിൻ ബ്രേക്ക് പൈപ്പിൻ്റെ അളവ് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഇടാൻ പറ്റുമോ? പിന്നെ ഇത് കണ്ടോ, ഇത് ഫ്യൂവൽ ചേഞ്ചിങ്, അത് നീ സെറ്റ് ചെയ്ത് തരണം. എഞ്ചിൻ ബ്രേക്ക് അവിടെ എല്ലാ സാധനവും നീ സെറ്റ് ചെയ്ത് തരണം. ഇതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. ടൗൺ എന്താ അത്? ഒന്ന് ഇത് ഫോഗ് ലാമ്പ്. മറ്റേ ചെയ്യാൻ പറ്റുമോ? ഇതെന്നാ ഒന്നും മറ്റേ ഇത് ഫോട്ടോ എടുത്താൽ മറ്റേ ഇവർ AI കൊടുത്താൽ മതി. AI എല്ലാം പറഞ്ഞു തരും എന്തിൻ്റെ ആണ്. ആണോ? ആ ഈ സീറ്റിന്റെ പുറകിൽ ഒരു ഇലക്ട്രിക്കലിന്റെ ഡയഗ്രാം ഉണ്ടായിരുന്നു. നീ പറഞ്ഞ കറക്റ്റ്. പക്ഷെ അത് എടുക്കാൻ മറന്നു. ആ സാധനം ഉണ്ടെങ്കിൽ അത് നോക്കി അവർക്ക് പക്കയായിട്ട് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ബേക്കിലുണ്ടോടാ? ഇല്ല ആ സാധനം എടുത്ത് സീറ്റ് മാറ്റിയപ്പോ പോയി. ഒരു സീറ്റിലുണ്ടായിരുന്നു. നല്ല സീറ്റ് നോക്കി വന്നപ്പോ അത് നമ്മുടെ കടുത്ത പേശകനാണ്. ആരാധകൻ. ഒരു മിനിറ്റ് പോലും വീഡിയോ ഇറങ്ങുമ്പോൾ നീ ഫ്ലെക്സ് വെച്ച് പ്രാലോചന ചെയ്യണ്ടടാ. ഇതിങ്ങനെ ഈ എടുത്ത തീരാവുന്ന പണിയായിട്ട് ഇത് വെപ്രാളം പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇരുന്ന് കാത്തു. എന്നിട്ട് ഒരാളാട്ടോ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് റിസ്ക് ഇല്ലാത്ത പണിയാണ്. സത്യം എല്ലാവരും സാധനം പേടിപ്പിച്ചു വിടും. ആദ്യമായിട്ട് ഒരാൾ ഈ കണക്ഷൻ നീ ഒന്ന് നോക്കണേടാ. ഇതവൻ രണ്ടാമത് എടുത്ത് കണക്ഷൻ. ഈ പുണ്ടച്ചി മോൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതോടുകൂടി ഇതെല്ലാം തീരുമാനം. ഇത് കണ്ടോ, നോക്കിയേ, കണ്ടോ, നോക്കണേ. അല്ലെങ്കിൽ അത് പരിപാടി വളരാൻ സാധ്യതയുണ്ട്. കണക്ഷൻ പിന്നെ പോയ കണക്ഷനെല്ലാം ഫ്രണ്ടിൽ ലൈറ്റ് വെക്കണം, ബൾബ് വെക്കണം. ഒന്നുമില്ല അത് ഉണ്ട്, ഓൾറെഡി എല്ലാം ഉണ്ട്. ലൈറ്റ് ഉണ്ട്, എല്ലാ സാധനവും ഉള്ളത്. ബൾബ് ഇട്ടാൽ മതി, ബൾബ് മാറ്റി ഫിറ്റ് ചെയ്താൽ മതി. കണക്ഷനോടെല്ലാം അതന്നെ, വേറെ ഒന്നുമില്ല. പിന്നെ അവിടെ ഊരിയിട്ട കണക്ഷനിലൊന്ന് കൊടുത്താൽ മതി. ഓൾറെഡി അതിൻ്റെ അത് ലൈറ്റ് ഇരിപ്പുണ്ട്. ബമ്പർ ഊരിപ്പം വയറ് ഒന്നും കൊടുക്കണ്ട, എല്ലാം അവിടെ ഉണ്ട്. ഒന്ന് വെച്ച് കൊടുത്താൽ മതി, അത് ടേപ്പ് ഒട്ടിച്ചാൽ മതി. അത്രേ ഉള്ളൂ, വേറൊരു കാര്യമില്ല. സംഭവം രാത്രിയായി, ഒടുക്കത്തെ കൊതുകടിയാണ്. അപ്പോൾ പണിക്കാർക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. അപ്പോൾ കൊതുക് തിരിയും അതുപോലെ ലൈറ്റും മേടിക്കാൻ പോയതാണ് ഞാൻ. ലൈറ്റ് കിട്ടി, ട്യൂബ് കിട്ടി. ഇനിയിപ്പം പാട്ടൊന്നും വെക്കുന്നില്ലല്ലോ, പാട്ടൊന്നും വെച്ചിട്ടില്ലല്ലോ, പാട്ട് വെച്ചില്ലല്ലോ, പാട്ട് വെച്ചില്ലല്ലോ. ആ, കൊതുക് തിരിയും മറ്റ് സംഭവങ്ങളും കാര്യങ്ങളും ലൈറ്റും. ആൻഡ്രു ചേട്ടാ ഇതങ്ങ് കൊടുത്ത്. എന്നാ 20 പാട്ടുണ്ട്. എന്നാ പിന്നെ മറ്റേ മേടിക്കണ്ടായിരുന്നു കേട്ടോ. ഏതാ മറ്റേത് അതാ പോരെ, ട്യൂബ് മേടിക്കണ്ടായിരുന്നു. ആ ഇത് ആൻഡ്രിച്ചേട്ടൻ എടുത്തു. ഇപ്പം ഞാൻ അല്ല എടുത്തു വെച്ചോ, നല്ല ഇപ്പം മേടിച്ചാ കളയണ്ട പിടിച്ച് കളയണ. വണ്ടിയുടെ ഉള്ളിൽ വെച്ചോ, ബേക്ക് വെച്ചോ. അല്ല ആൻഡ്രിച്ചേട്ടൻ കൊടുത്തു, നമ്മളങ്ങോട്ട് കൊണ്ടുപോകണം. ആണോ? ആന്റണി ചേട്ടാ ഈ ട്യൂബ് ആന്റണി ചേട്ടൻ എടുത്തോ. എനിക്ക് അപ്പോഴേ തോന്നി അത് വേണ്ടായിരിക്കുമെന്ന്. എടാ അത് ഞാൻ കത്തിച്ചു തരാം, ഉള്ളി വെച്ചോ. ഇത് ഞാൻ കത്തിച്ചു. അവിടെ ലൈറ്റർ ഇരിപ്പുണ്ടല്ലോ എൻ്റെ. അതെ, നിന്റെ ഐഡിയ വിമാനം തന്നെ അല്ല. ലാസ്റ്റ് പിന്നെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 7-8 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അങ്ങനെ ഒരു കൊതുകുതിരി കത്തിക്കാൻ പോകും. നിന്റെ പേരെന്നാടാ? വീട് കൊല്ലംകാരനാണ്. അവൻ നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ്. കൈയൊക്കെ കെട്ടുന്നേ മിനിയം. എന്തിനാ മിനിയം? ഞാനൊരു സാധാരണക്കാരനാണ് കുഞ്ഞെ. എടാ നീ എന്ത് ചെയ്യോടെ ഇവിടെ? എന്ത് ചെയ്യോ? എടാ കാല് കൊടുക്കല്ലടാ. കളമശ്ശേരി പഠിക്കുവാ? പോളിക്ക് പഠിക്കുവാ? ആണോ? എങ്ങനെ പോന്നു? അങ്ങനെയാണോ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളി. കളമശ്ശേരിയിൽ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ പറയാ ഞങ്ങൾ ബസ്സിന് പോകുന്നു എന്ന്. ഓടാ അവിടുന്ന് എണീറ്റ്. അതിന്റെ പഠിത്തം എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു. എന്റെ അടുത്ത് ഔത്തുണ്ട്, പഠിത്തം എങ്ങനെ പോകുന്നു ചോദിക്കണമായിരുന്നു. അതെ, എടാ എൻ്റെ അടുത്ത തെറ്റ് ശരിയാണ് ഗൈസ്. അതേ സമയത്ത് നമ്മളിവിടെ നമ്മുടെ അതിനാ അകത്ത് വെച്ചോ. അല്ല നിനക്ക് ഇത് കട്ടീന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓട്ടിപ്പോയെ. ലൈറ്റ് നോക്കണേ, ഷോക്ക് അടിക്കാൻ നോക്കണേ. ആ ഞാൻ അപ്പുറത്തോട്ട് വരാം. ബാ. ഇല്ലടാ, പെയിന്റും കൂടെ ഇതാവുള്ളത്. പറയണ നീ അടിച്ചിട്ടോ. അല്ല അതേസമയം ഇപ്പുറം വന്നിട്ട് ഓരോ സാധനം നോക്കുക കേട്ടോ. അതിനാ ഒരു ചെറിയൊരു വയറും പരിപാടിയും കൊണ്ട് എല്ലാ സാധനം പാളിയ കാര്യം. ചാവി ഓണാകുന്ന ലൈനുണ്ട്. അപ്പോൾ ഡിവൈഡ് ആകുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ ഡിവൈഡ് ആകുന്നുണ്ടോ അതിനകത്ത്. ഉത്തരോട്ട് കയറ്റിയാലേ എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് നീ കൊടുത്തു.
അപ്പോൾ 2 എണ്ണമൊക്കെ ഉണ്ടോ ഇതിൻ്റെ അകത്ത് ആ അല്ലേ? ഒരു ലൈൻ ഒരു കറണ്ട് വന്ന് കയറി കിടക്കും. ആ അത് ഡിവൈഡായിട്ട് 2 കറണ്ട് 3 കറണ്ടായിട്ട് ഔട്ടറിങ്ങി പോകും. എല്ലാം വർക്ക് ചെയ്യും. എല്ലാം പിടിക്കും. ആ ഓക്കെ, നോ പ്രോബ്ലം. ഇതെവിടുന്നാണ് ഇങ്ങനത്തെ കിട്ടിയേ? മേടിച്ചോണ്ട് വന്ന് ഞങ്ങൾ ഇതെവിടുന്നാ? ഇത് സലോ ടേപ്പ് അല്ലല്ലോ, ഇതെന്നാ? അത് വെച്ചാണോ നീ ഇത് ചുറ്റിയാക്കുന്നേ? ഇതിനകത്ത് 2 എണ്ണം ഉണ്ടായിരുന്നു, കിട്ടിയായിരുന്നാടാ? ആ, ഒരെണ്ണം കിട്ടി ഉണ്ടായിരുന്നു. സല ടേപ്പും BC ടേപ്പും രണ്ടും രണ്ടല്ലേ? അപ്പം അതായി ഇവിടുത്തെ എല്ലാം കണക്ഷനായി. നീ 4x4 എഞ്ചിൻ ബ്രേക്കിനെ കൊണ്ട് കണക്ഷൻ പോകുന്നുണ്ടോ നോക്ക്, അടി കയറി. എഞ്ചിൻ ബ്രേക്ക് ഒന്നും ഓണാകുന്നില്ല ഇവിടെ. പോടാ. ഇല്ല, എഞ്ചിൻ ബ്രേക്കിന് സ്വിച്ച് ആ ഇട്ടു. അതവിടെ കണക്ഷൻ കിട്ടാ. ഇവിടുന്ന് കണക്ഷൻ പോകുന്നുണ്ടോ നീ നോക്കി. താഴെ കണക്ഷൻ ഉണ്ടാവില്ല അതിൻ്റെ. ബ്രേക്കിൻ്റെ ഫ്യൂസേന്ന് പോകുന്നുണ്ട്. ആ താഴത്തെ കണക്ഷൻ എന്ത് മുറിഞ്ഞ് കൊടുക്കണോ? താഴെ നോക്കി.